വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന എക്സസൈസ് 3.1 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ, നമ്മൾ കൺവേർഷൻ ഫോർമുലാസ് ഒക്കെ പഠിച്ചു. എന്തായിരുന്നു ഡിഗ്രി എന്നുള്ളത് നമ്മൾ കൺവേർട്ട് ചെയ്ത് റേഡിയൻ ആക്കാൻ പഠിച്ചു. അതേപോലെ റേഡിയനിലുള്ള കൺവേർട്ട് ചെയ്ത് ഡിഗ്രി ആക്കാൻ പഠിച്ചു. അതെന്തായിരുന്നു 180/π കൊണ്ടും π/180 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടില്ല, ഇവിടെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ഡിഗ്രിയിലേക്കാണ്. നമുക്ക് തന്നിട്ടുള്ളത് റേഡിയൻ മെഷറിലായിരുന്നു. അപ്പോൾ റേഡിയൻ മെഷറിനെ കൺവേർട്ട് ചെയ്യാൻ എന്ത് വേണം, 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് π/16 റേഡിയൻസ് ആണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 11/16 ഇൻറ്റു 180/π ഡിഗ്രി എന്ന് വരാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, പൈക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. പൈൻ്റെ വാല്യൂ എന്തായിരുന്നു, 22/7 ആയിരുന്നു കേട്ടോ. അപ്പോൾ 11/16 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 22/7, അപ്പോൾ ഇൻറ്റു 7/22 വരും. അപ്പോൾ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തു, 2 വന്നു. അഗെയിൻ നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ, 90 വരും. അഗെയിൻ ക്യാൻസൽ ചെയ്യാം, 45 ആൻഡ് 8. അപ്പോൾ 45 ഇൻറ്റു 7/8 എന്താണ്, ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, എന്തായിരുന്നു 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ 60 മിനിറ്റ്സ് ആയിരുന്നു. അതേപോലെ 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, 60 സെക്കൻഡ്സ് ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു എന്തായിരിക്കില്ല കിട്ടുക, ഇൻ്റഗ്രൽ വാല്യൂ ആയിരിക്കില്ല കിട്ടുക. ഇത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സാധാരണ ഒരു ഡെസിമൽ വാല്യൂസ് ഒക്കെ കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ മിനിറ്റ്സിലും സെക്കൻഡ്സിലേക്കും എഴുതണം. അങ്ങനെ ഡെസിമൽ ഇട്ടിട്ട് എഴുതില്ല. ഡിഗ്രി 6.3 ഡിഗ്രി അങ്ങനെ പറയില്ല. അതിനാണ് നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, മിനിറ്റ്സും സെക്കൻഡ്സും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 45 ഇൻറ്റു 7. 45 ഇൻറ്റു 7 ഫസ്റ്റ് ചെയ്ത് നോക്കാം. 45 ഇൻറ്റു 7 ഇസ് 315. 315 ഡിവൈഡഡ് ബൈ 8 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 315 ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ എന്ത് കിട്ടും, 8 3s are 24, then 75, 9 8s are 72, then 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 39 3/8 എന്ന് കിട്ടി അല്ലേ. 39 3/8 ഡിഗ്രി എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് എന്താ, ഇവിടെ 3/8 എന്നുള്ളത് നമ്മളെ മിക്സ്ഡ് ഫ്രാക്ഷനിലാണ് കിടക്കണത്. 39 3/8 മിക്സ്ഡ് ഫ്രാക്ഷനാണ്. അപ്പോൾ ഇത് മാറ്റി നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, മറ്റേ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 3/8 ഡിഗ്രി അല്ലേ, 3/8 ഡിഗ്രി എന്നുള്ളത് എന്താണ്, 3/8 ഇൻറ്റു 60 സെക്കൻഡ്സ് ആണ് അല്ലേ. ഇൻറ്റു 60 ചെയ്താൽ സെക്കൻഡ്സിൽ കിട്ടും. അപ്പോൾ എന്തായി, 6 3s are 18, 180 ഡിവൈഡഡ് ബൈ 8 മിനിറ്റ്സ് എന്ന് കിട്ടും. ഇത് നമുക്ക് ഇനി ഡിവൈഡ് ചെയ്യാലോ, 180/8 ഇനി ഡിവൈഡ് ചെയ്യാലോ. അതെന്ത് വരും, 180 ഡിവൈഡഡ് ബൈ 8 ചെയ്യുകയാണെങ്കിൽ 16, then 20, 8 2s are 16, 4. അപ്പോൾ എന്ത് കിട്ടി, 22 4/8 കിട്ടി അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, 22 1/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇതിനെ മാറ്റിയിട്ട് 39 ഡിഗ്രി 22 1/2 മിനിറ്റ്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ മിനിറ്റ്സ് എന്നുള്ളതിന് ഇനിയും ഇവിടെയും മിക്സ്ഡ് ഫ്രാക്ഷനാണ് അല്ലേ, 1/2 കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ 1/2 മിനിറ്റ്സിനെ നമ്മൾ എന്ത് മാറ്റി എഴുതണം, സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1/2 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1/2 ഇൻറ്റു 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സെക്കൻഡ്സിൽ കിട്ടും. 1/2 മിനിറ്റ്സിലാണല്ലോ ഉള്ളത്, അതിന് നമ്മൾ 60 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 30 എന്ന് കിട്ടും അല്ലേ, 30 സെക്കൻഡ്സിന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടി, ഇതിന് നമുക്ക് എഴുതാം, എങ്ങനെ എഴുതാം, 39 ഡിഗ്രി 22 മിനിറ്റ്സ്, ബാക്കി എത്രയാണ്, 30 സെക്കൻഡ്സിന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കൺവേർട്ട് ചെയ്തു. ഇത് കുറച്ച് ടൈം പിടിക്കും, പക്ഷേ എന്നാലും ഇതിങ്ങനെ വേണ്ടോ ചെയ്യാം. നമ്മൾ റേഡിയനിലുള്ളത് മാറ്റിയിട്ട് ഫസ്റ്റ് ഡിഗ്രിയിൽ എഴുതും, പിന്നെ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, മിനിറ്റ്സിലാക്കണം, പിന്നെ ബാക്കിയുള്ളത് എന്ത് ചെയ്യണം, സെക്കൻഡ്സിൽ എഴുതണം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, റേഡിയനിലുള്ളത് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഡിഗ്രിയിലാക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഇതെന്താണ്, -4 റേഡിയനിലാണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ എന്താക്കണം, ഡിഗ്രിയിലാക്കണം. അപ്പോൾ -4 റേഡിയൻ വിൽ ബി ഈക്വൽ ടു, -4 റേഡിയൻ ഇസ് -4 ഇൻറ്റു 180/π ഡിഗ്രി അല്ലേ, ശരിയാണല്ലോ. -4 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ എന്തായിരുന്നു, 22/7. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ, ഇതിലെന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ, ഇവിടെ 2 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ. ദിസ് ബിക്കംസ് 90
അടുത്തത് 11 ആണ്. 11 ഇതിലെങ്കിലും പോവില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മൊത്തം ഇനി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ ദിസ് ബിക്കംസ് 4 ഇൻറ്റു 9 4s 36, സോ 360 ഇൻറ്റു 7. അപ്പോൾ 7 6 42, 4 7 3s 21, 25, 2520 എന്ന് വരും അല്ലേ? 2520 ഡിവൈഡഡ് ബൈ 11. സെയിം ഇതേപോലെ ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മാറ്റിയിട്ട് എന്താക്കണം? ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെസിമലോ അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്രാക്ഷനോ ആയിരിക്കും കിട്ടുക അല്ലേ? അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് എന്താക്കണം? സെക്കൻഡ്സിലും മിനിറ്റ്സിലും കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 2520 ഡിവൈഡഡ് ബൈ 11 ഞാൻ ചെയ്ത് നോക്കുകയാണ്. 2520 ഡിവൈഡഡ് ബൈ 11 ആൻഡ് ദിസ് ഇസ് 22, then 32, 22 ഡിവൈഡഡ് ബൈ 0, then 9, 99 ഡിവൈഡഡ് ബൈ 1. റിമൈൻഡർ 1 വരും. അപ്പോൾ എന്ത് കിട്ടി? 229 1/11 കിട്ടി. എന്തായി? മൈനസ് 229 1/11 ഡിഗ്രി എന്നായല്ലോ ആയി. ഇനി എന്ത് വേണം? ഇതിനെ നമ്മൾ മാറ്റിയിട്ട് ഈ 1/11 ഡിഗ്രീനെ മാറ്റിയിട്ട് എന്താക്കണം? ഇതിനെ ഇൻറ്റു 60 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് മിനിറ്റ്സിൽ കിട്ടും. അപ്പോൾ ഇതിനെ 60/11 ചെയ്യണം അല്ലേ? സോ 60/11 ഇസ് 11 ഇൻറ്റു 5 55 5. അപ്പോൾ 5/11 കിട്ടി. അപ്പോൾ ഇതെന്തായി? ഈക്വൽ ടു മൈനസ് 229 5/11 അല്ലേ? 5/11 സെക്കൻഡ്സ് മിനിറ്റ്സ് എന്നായി. ഇനിയും നമുക്ക് 5/11 മാറ്റിയിട്ട് എന്താക്കണം? സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 60 ഇനിയും ചെയ്യണം. അപ്പോൾ 5/11 ഇൻറ്റു 60 ഇനിയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 300 ഡിവൈഡഡ് ബൈ 11. അപ്പോൾ ഈ 300 ഡിവൈഡഡ് ബൈ 11 ചെയ്താൽ എന്താ വരിക? 300 ഡിവൈഡഡ് ബൈ 11, 11 ഇൻറ്റു 2 22, റിമൈൻഡർ 8. അപ്പോൾ എന്ത് കിട്ടി? 11 80 ഇതിൽ 7 പോകും അല്ലേ? 77 3. അപ്പോൾ 27 3/11 കിട്ടി. ഓക്കെ, സോ ദിസ് ബിക്കംസ് ആൻസർ എന്താ വരിക? മൈനസ് 229 ഡിഗ്രി 5. ഇവിടെ ഡിഗ്രി എഴുതണം. ഡിഗ്രി 5 മിനിറ്റ്സ്, പിന്നെ 27 3/11 സെക്കൻഡ്സ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മൾ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഡിഗ്രി മെഷേഴ്സ് കറസ്പോണ്ടിങ് ടു ദ ഫോളോയിങ് റേഡിയൻ മെഷേഴ്സ്. ഇതിൻ്റെ തന്നെ 5π/3. 5π/3 എങ്ങനെയാണ് ചെയ്യുക? സെയിം ഡിഗ്രി എന്താക്കണം? നമ്മൾ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5π/3 റേഡിയൻ ഈക്വൽസ് എന്താണ്? 5π/3 ഇൻറ്റു 180/π അല്ലേ? 180/π ഡിഗ്രി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പൈ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 5 ഇൻറ്റു 180/3 ചെയ്താൽ മതിയല്ലോ. 6 3s are 18. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. ബാക്കി എന്ത് കിട്ടി? 300 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇതിൽ നമ്മൾ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. ഇത് വളരെ സിമ്പിളായിട്ട് കിട്ടും. നെക്സ്റ്റ് എന്താണ് ഈ ക്വസ്റ്റ്യൻ? എന്താ തന്നിട്ടുള്ളത്? ഒരു വീൽ 360 റെവല്യൂഷൻസ് ഇൻ 1 മിനിറ്റിൽ കവർ ചെയ്യും. ഒരു 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇത് മറ്റേ മിനിറ്റ് ആട്ടോ, നമ്മൾ ഡിഗ്രിയിലുള്ള മിനിറ്റ് അല്ല, ക്ലോക്കിലുള്ള ടൈം വരുന്ന 1 മിനിറ്റാണ്. അപ്പോൾ ആ 1 മിനിറ്റിൽ 360 റെവല്യൂഷൻസ് കവർ ചെയ്യും. ത്രൂ ഹൗ മെനി റേഡിയൻസ് ഡസ് ഇറ്റ് ടേൺസ് ഇൻ 1 സെക്കൻഡ്? അപ്പോൾ അതാണ് ചോദിച്ചിട്ടുള്ളത്. 360 റെവല്യൂഷൻസ് അല്ലേ? 360 റെവല്യൂഷൻസ് ഇൻ 1 മിനിറ്റ് ആണ്. അപ്പോൾ 1 മിനിറ്റിൽ എത്ര റേഡിയൻസ് ആണ് കവർ ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ എന്ത് പറയാൻ പറ്റും? 1 മിനിറ്റിൽ നമുക്ക് 360 റെവല്യൂഷൻസ് ആണ് അല്ലേ? 360 റെവല്യൂഷൻസ്. അപ്പോൾ ഈ 360 റെവല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 360 വട്ടം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ ഒറ്റ വട്ടം നമ്മളിത് കറങ്ങുമ്പോൾ എന്ത് കിട്ടും? 2π റേഡിയൻ അല്ലേ? 2π റേഡിയൻ എന്ന് പറയുമ്പം 360 ഡിഗ്രി ആണല്ലോ. 360 ഇൻറ്റു 2π ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 360 റെവല്യൂഷൻസിൽ എത്ര റേഡിയൻസ് കറങ്ങി എന്നുള്ളത് കിട്ടും. ഓക്കെ, വൺ റെവല്യൂഷൻ 2π റേഡിയൻ ആണ്. സോ 360 റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 ഇൻറ്റു 2π റേഡിയൻസ് ആയിരിക്കും. അത് 1 മിനിറ്റിലാണ് കിട്ടി. ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1 സെക്കൻഡിലാണ്. അപ്പോൾ ഇൻ 1 സെക്കൻഡ്
1 സെക്കൻഡിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇൻ 1 സെക്കൻഡ് നമ്പർ ഓഫ് റെവല്യൂഷൻസ്, എത്ര റെവല്യൂഷൻസ് ആയിരിക്കും? 1 മിനിറ്റിൽ 360 റെവല്യൂഷൻസ് ആണെങ്കിൽ 1 സെക്കൻഡിൽ എത്രയായിരിക്കും? 360 ഡിവൈഡഡ് ബൈ 60 ആയിരിക്കുമല്ലോ. ആൻഡ് ദിസ് ഇസ് 6 റെവല്യൂഷൻസ്. ഓക്കെ, 6 റെവല്യൂഷൻസ് കിട്ടി. അപ്പോൾ ഒരു 6 റെവല്യൂഷന് നമുക്ക് എത്ര റേഡിയൻസ് വേണം? അപ്പോൾ റേഡിയൻസ് എത്രയായി? റേഡിയൻസ് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 2π, അല്ലെങ്കിൽ എന്തായി? 12π റേഡിയൻസ്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുക. സിമ്പിൾ അല്ലേ? നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഡിഗ്രി മെഷേഴ്സ് ഓഫ് ദ ആംഗിൾ സബ്ടെൻഡഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 100 സെൻറ്റിമീറ്റർ ബൈ എൻ ആർക്ക് ഓഫ് ലെങ്ത്ത് 22 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താ തന്നിട്ടുള്ളത്? ഒരു ആർക്ക് തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ അതിൻ്റെ സബ്ടെൻഡ് ചെയ്ത ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു സർക്കിൾ വരയ്ക്കണം. ഞാൻ ആ സർക്കിൾ വരച്ചു. സർക്കിളാണ് കേട്ടോ ഇത്. എന്നിട്ട് എന്ത് വരയ്ക്കണം? ഒരു ആർക്ക് വേണം. ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇതൊരു ആർക്കാണ് അല്ലേ? ദിസ് ഈസ് എൻ ആർക്ക്. അതേപോലെ ഇതൊരു ആർക്കാണ്, ഇതൊരു ആർക്കാണ്. അപ്പോൾ അതേപോലെ എന്തു പറയാൻ പറ്റും? നമുക്ക് 2 ആർക്ക് കിട്ടി. ഒരു ആർക്കിൻ്റെ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? സെൻറ്റർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ റേഡിയസ് 100 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. റേഡിയസ് 100 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ആർക്ക് എന്നുള്ളത് എത്രയാണ്? 22 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. ആർക്ക് നമുക്ക് എത്ര കിട്ടി? 22 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ആംഗിൾ തീറ്റ എന്ന് ഞാൻ വിളിച്ചു. അപ്പോൾ ഈ തീറ്റ എന്നുള്ളത് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? നമ്മൾ പഠിച്ചതല്ലേ? എന്തായിരുന്നു? തീറ്റ ഈസ് ഈക്വൽ ടു L/R നമ്മൾ പഠിച്ചു. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? തീറ്റ ഈസ് ഈക്വൽ ടു L/R. L ഇസ് എത്രയാ? 22 സെൻറ്റിമീറ്റർ ആയിരുന്നു. 22 ഡിവൈഡഡ് ബൈ 100 സെൻറ്റിമീറ്റർ അല്ലേ? ലെങ്ത് ഇസ് 22 ആൻഡ് ദ റേഡിയസ് ഇസ് 100. സോ ദിസ് ഇസ് 22 ഡിവൈഡഡ് ബൈ 100. 22 ഡിവൈഡഡ് ബൈ 100 എന്നുള്ളത് എന്തിലാവും നമുക്ക് കിട്ടുക? റേഡിയൻസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ദിസ് മച്ച് റേഡിയൻസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റേഡിയനിൽ കിട്ടി. ഇത് മാറ്റി എന്ത് ചെയ്യണം? റേഡിയനിൽ നമ്മൾ സാധാരണ ഡിഗ്രി മെഷേഴ്സിലാണല്ലോ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്തിട്ട് ഡിഗ്രിയിലേക്ക് ആക്കിയാൽ എന്ത് കിട്ടും? തീറ്റ ഈസ് ഈക്വൽ ടു 22/100 റേഡിയൻ. അപ്പോൾ 22/100 റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 ഇൻറ്റു 180/π ഡിഗ്രി ആയിരിക്കുമല്ലോ. ആണ്. ഈ പൈക്ക് നമ്മൾ 22/7 കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? 22 ഇൻറ്റു 180 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 22 എന്ന് വരും അല്ലേ? റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തു പൈൻ്റെ. സോ 22 കട്ട് ആൻഡ് ദിസ് ബിക്കംസ് 10 വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇത് 10 ആയിരിക്കും, ഇത് 18 ആയിരിക്കും. പിന്നെ ഇത് 9 ഇൻറ്റു 7/5 ആയിരിക്കും അല്ലേ? 9 7s 63 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 63 ഡിവൈഡഡ് ബൈ 5 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇടാൻ പാടില്ല, ഇതിനെ എന്ത് മാറ്റണം? ഇതിനെ മാറ്റി സെക്കൻഡ്സിലും മിനിറ്റ്സിലും കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 63 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 63/5 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 1 5 13, 5 ഇൻറ്റു 2 10 3. അപ്പോൾ 12 3/5 എന്ത് കിട്ടി? ഡിഗ്രി എന്ന് കിട്ടി. ഇതിന് ഞാൻ എങ്ങനെ എഴുതി? 12 3/5 ഡിഗ്രി. പിന്നെ നമ്മൾ പറഞ്ഞു ഈ 3/5 ഡിഗ്രീനെ നമ്മൾ എന്താക്കണം? കൺവേർട്ട് ചെയ്തിട്ട് മിനിറ്റ്സ് ആക്കണം. അപ്പോൾ 3/5 ഇൻറ്റു 60 അഗൈൻ. അപ്പോൾ ഇതെന്തായി? 36 ആയി അല്ലേ? 36 12 ഡിഗ്രി ആൻഡ് 36 മിനിറ്റ്സ്. അപ്പോൾ ഇതാണ് എന്ത്? നമ്മളെ ഡിഗ്രി മെഷേഴ്സ്. അപ്പോൾ 22 തീറ്റ എന്നുള്ളത് എന്ത് കിട്ടി? തീറ്റ ഈസ് ഈക്വൽ ടു 12 ഡിഗ്രി 36 മിനിറ്റ്സ്, അല്ലെങ്കിൽ എന്താണ്? 22/100 റേഡിയൻ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് എന്താണ്? ഇൻ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 40 സെൻറ്റിമീറ്റർ. ഇവിടെ എന്താ? സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡയമീറ്റർ തന്നു കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ 40 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് എ കോർഡ് 20 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു സർക്കിൾ വരച്ച് നോക്കാം. സർക്കിൾ ഞാൻ വരച്ചു. ദിസ് സർക്കിളാണ്. സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ
ഓക്കെ. അപ്പോൾ ഈ സർക്കിളിൽ എന്താ തന്നിട്ടില്ല, ഡയമീറ്റർ എന്നുള്ളത് 40 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഡയമീറ്റർ എന്തായിരുന്നു? ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൈസ് ദ റേഡിയസ് ആയിരുന്നു അല്ലേ? ഇതിൻ്റെ സെൻറ്റർ കൂടെ വരയ്ക്കുന്ന അതിനെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുക. അപ്പോൾ ലെങ്ത് ഓഫ് എ കോഡ് ഇസ് 20 സെൻറ്റിമീറ്റർ. കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ ഒരു കോഡാണ് അല്ലേ? ലാർജസ്റ്റ് കോഡാണ് എന്ത്? ഡയമീറ്റർ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഞാൻ വരച്ചു, ഇങ്ങനൊരു സംഭവം വരച്ചു. അപ്പോൾ ഇതൊരു കോഡാണ്. ഈ സർക്കിളിൻ്റെ ഇൻറ്റീരിയർ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഫുൾ ഭാഗത്തിനെയാണ് നമ്മൾ ഇൻറ്റീരിയർ എന്ന് പറയുക. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഏതെങ്കിലും 2 പോയിന്റിനെ നമ്മൾ ഇൻറ്റീരിയറിലൂടെ ഒരു ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സർക്കിളിൽ ഏതെങ്കിലും 2 പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സംഭവത്തിനെ അല്ലെങ്കിൽ കിട്ടുന്ന ലൈൻ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? കോഡ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഞാനൊരു കോഡ് വരച്ചു അല്ലേ? അപ്പോൾ ലാർജസ്റ്റ് കോഡാണ് എന്ത്? ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ കോഡിനെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുക. അപ്പോൾ ഇതിൽ ഞാൻ ഏതോ ഒരു കോഡ് വരച്ചു. ആൻഡ് ആ കോഡ് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എന്തായാലും ഡയമീറ്റർ 40 ആകുമ്പോൾ കോഡ് 20 ആണെങ്കിൽ ഇത് എന്തായാലും ഡയമീറ്റർ ആയിരിക്കില്ലല്ലോ. ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 40 സെൻറ്റിമീറ്റർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതെന്തായി? ദിസ് ഇസ് 20 സെൻറ്റിമീറ്റർ. എന്ത്? ഇതാണ് കേട്ടോ 20 സെൻറ്റിമീറ്റർ. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് മൈനർ ആർക്ക് ഓഫ് ദ കോഡ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മൈനർ ആർക്കും മേജർ ആർക്കും എന്താണെന്ന് അറിയണം. അപ്പോൾ എന്താണ് ശരിക്കും മൈനർ ആർക്ക് ആൻഡ് മേജർ ആർക്ക്? അപ്പോൾ ഇവിടെ നോക്കൂ, ഈ കോഡ് ഞാൻ വരച്ചു. അപ്പോൾ ഈ കോഡിൻ്റെ AB എന്നുള്ളതാണ് എൻ്റെ കോഡ്. അപ്പോൾ ഈ കുഞ്ഞി കോഡ് ഉണ്ടല്ലോ, മീൻസ് ഈ കുഞ്ഞി ആർക്കാണ് എന്ത്? നമ്മളെ മൈനർ ആർക്ക്. ഓക്കെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? മേജർ ആർക്ക് എന്ന് പറയാം. അപ്പോൾ ഇത് മൈനർ. എന്തുകൊണ്ടാണ് മൈനർ എന്ന് പറയുന്നത്? ഈ കോഡ് വരയ്ക്കുമ്പോൾ നമ്മൾ സർക്കിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഈ ചെറിയ ആർക്ക് ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൈനർ ആർക്കെന്നും, അതേപോലെ ഈ വലുതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മേജർ ആർക്കെന്നും വിളിക്കുക. അപ്പോൾ ഈ മൈനർ ആർക്കായിട്ടുള്ള ABൻ്റെ ലെങ്ത്ത് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും? ഇത് 20 ആണെന്ന് അറിയാം. ആൻഡ് ഇത് എത്രയാണെന്നറിയാം? ഇത് നമ്മൾ ഡയമീറ്റർ 40 ആണെന്നറിയാം അല്ലേ? ഡയമീറ്റർ 40 ആണ് നമുക്കറിയാം. ഡയമീറ്റർ ഇസ് 40. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ റേഡിയസ് 20 ആയിരിക്കുമല്ലോ. ഡയമീറ്റർ 40 ആണെങ്കിൽ 2r is equal to, we know that d is equal to 2r. അതാണ് എന്ത്? 40. This implies r is equal to 40 divided by 2, which is equal to 20 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. തന്നതല്ല, നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ റേഡിയസ് 20 ആണ്, ഈ 3 സൈഡ്സും 20 ആണ്. അപ്പോൾ ഇതെന്തായി? ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയി അല്ലേ? ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൽ എന്താ അറിയാം? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 സൈഡ്സും ഈക്വൽ ആണ്. 3 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ എത്രയായിരിക്കും? ഈ തീറ്റയൊക്കെ, ഇതൊക്കെ തീറ്റയായിരിക്കും. ആൻഡ് ദീസ് തീറ്റാസ് വിൽ ബി ഈക്വൽ ടു 60 ഡിഗ്രി അല്ലേ? ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആംഗിൾസും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. സോ വി നോ ദാറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. പിന്നെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? തീറ്റ ഈസ് ഈക്വൽ ടു L/R എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? 60 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 60 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രി ഈസ് 5/3 റേഡിയൻ. 5/3 റേഡിയൻ. അപ്പോൾ നമുക്കറിയാം തീറ്റ ഈസ് ഈക്വൽ ടു L/R അല്ലേ? വിച്ച് ഇംപ്ലൈസ് തീറ്റ എത്രയായിരുന്നു? തീറ്റ ഇസ് 5/3 ആൻഡ് L നമുക്കറിയില്ല. L ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഞാൻ അവിടെ തന്നെ എഴുതി. ആൻഡ് L/R എന്ന് പറഞ്ഞാൽ 20 ആയിരുന്നു. അപ്പോൾ എന്ത് കിട്ടി? L ഇസ് ഈക്വൽ ടു 5/3 ഇൻറ്റു 20. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ പൈനെ ഞാൻ കൺവേർട്ട് ചെയ്തു, 22/7 ആക്കി. അപ്പോൾ 20 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 22. ഇതെന്ത് വരും? ദിസ് ഇസ് 10 ആൻഡ് ദിസ് ഇസ് 11. പിന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റും, 33 അല്ലേ? 70/33 എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു 70/33 സെൻറ്റിമീറ്റർ. 30 ഇത് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 70/33 ഡിവൈഡ് ചെയ്ത് എന്ത് വരും? ഇൻറ്റു 2, 66, 4, 2.33 ഇൻറ്റു 1, 7, 2.16 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്? 2.16 എന്ന് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു 2.16 സെൻറ്റിമീറ്റർ. ഓക്കെ. ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുക? നമ്മൾ ലെങ്ത്ത് കണ്ടുപിടിക്കുക. ആർക്ക് ലെങ്ത്ത് കിട്ടി. നെക്സ്റ്റ്, if in 2 circles arc of the same length subtended angle 60 degree and 75 degree at the center. അപ്പോൾ എന്താണ് തന്നിട്ടുള്ളത്? നമുക്കൊരു 2 സർക്കിൾസ് തന്നിട്ടുണ്ട് അല്ലേ?
2 സർക്കിൾസ് തന്നിട്ടുണ്ട്. അതിൽ ആർക്സ് ഓഫ് ദ സെയിം ലെങ്ത് 2 സർക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കൂടെ തന്നിട്ടുണ്ട്, ആർക്കിൻ്റെ ലെങ്ത് സെയിം ആണ് തന്നിട്ടുണ്ട്. ആംഗിൾ 60 ഡിഗ്രി ആൻഡ് 75 ഡിഗ്രി അറ്റ് ദ സെൻറ്റർ. അപ്പോൾ സി ആർക്ക് ഓഫ് ദ സെയിം ലെങ്ത്, ഇതാണ് ആർക്ക്. അടുത്ത സർക്കിൾ ഞാൻ എടുത്തു. അടുത്ത സർക്കിളിൽ എന്താ തന്നിട്ടുള്ളത്? അടുത്ത സർക്കിൾ എടുത്തു. ഈ സർക്കിളിലും എന്താണ്? ആർക്ക് ഓഫ് ദ സെയിം ലെങ്ത്. ശരിക്കും ഈ ആർക്ക് ഓഫ് ദ സെയിം ലെങ്ത് എന്ന് പറയുമ്പോഴേ ഇതൊരു ചെറിയ സർക്കിളാണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത്രയും വലുപ്പമുള്ള ഈ ആർക്കിനെ ഞാൻ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലുപ്പമായിരിക്കുമല്ലോ. സെയിം ആർക്ക് ലെങ്ത് സെയിം ആണ്. അപ്പോൾ ഈ ആർക്ക് ലെങ്ത്തും ഈ ആർക്ക് ലെങ്ത്തും സെയിം ആണെന്ന് ഞാൻ എടുത്തു. ഓക്കെ, അപ്പോൾ രണ്ടും സെയിം ആർക്കാണ്. ഈ സെൻറ്റർ, ഈ സർക്കിളിനെ ഞാൻ സർക്കിളിൻ്റെ സെൻറ്ററിനെ ഞാൻ O എന്ന് വിളിച്ചു, O1 എന്ന് വിളിച്ചു. ഈ സർക്കിളിൻ്റെ സെൻറ്ററിനെ ഞാൻ O2 എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സർക്കിൾ കിട്ടി. അതിൻ്റെ ആർക്ക് ലെങ്ത് സെയിം ആണ്. 2 സർക്കിൾസ് ആർക്സ് ഓഫ് ദ സെയിം ലെങ്ത് സബ്ടെൻഡ് ആംഗിൾ 60 ഡിഗ്രി ആൻഡ് 75 ഡിഗ്രി. അപ്പോൾ ഇതെന്താവും? 60 ഡിഗ്രിയും ഇതെന്താണ്? 75 ഡിഗ്രിയാണ് അല്ലേ? നമുക്ക് ഈ സർക്കിൾ കുഞ്ഞിതാവുന്നതിനനുസരിച്ച് എന്താവും? ആർക്ക് ലെങ്ത് സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ വലുതാവും. ഈ ആർക്ക് ലെങ്ത് രണ്ടും സെയിമാണ്. അപ്പോൾ ഇത് എല്ലാണെങ്കിൽ ഇതും എന്താണ്? എല്ലാണ് നമുക്കറിയാം. പക്ഷേ റേഡിയസ് സെയിം അല്ല അല്ലേ? ഈ സർക്കിൾ കാണുമ്പോൾ നമുക്കറിയാം ഈ റേഡിയസ് വലുതും ഈ റേഡിയസ് കുഞ്ഞിതുമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ റേഡിയായി. അതെങ്ങനെയാണ് ചെയ്യുക? ഇതിൻ്റെ റേഷ്യോ, ഈ 2 റേഡിയസിൻ്റെ റേഷ്യോസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് എഴുതണം? നമുക്കറിയാം, മറ്റേ ഫോർമുല അറിയാമല്ലോ അല്ലേ? തീറ്റ ഈസ് ഈക്വൽ ടു L/R എന്നുള്ള ഫോർമുല അറിയാം. അപ്പോൾ എങ്ങനെ എഴുതാം? ഇൻ മൈ ഫസ്റ്റ് സർക്കിൾ എന്ന് ഞാൻ എഴുതി. ഫസ്റ്റ് സർക്കിളിൽ എന്തായിരുന്നു? തീറ്റ ഈസ് ഈക്വൽ ടു L/R. ഫസ്റ്റ് സർക്കിളിനെ ഞാൻ R1 എന്ന് വിളിച്ചു കേട്ടോ. ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസിനെ ഞാൻ R1 എന്നും സെക്കൻഡ് സർക്കിളിലുള്ള റേഡിയസിനെ ഞാൻ R2 എന്നും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് R1/R2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, R1/R2 ആണ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു L/R1 എന്നാണ്. ആൻഡ് വി നോ ദാറ്റ് തീറ്റ ഈസ് എത്രയാ? 60 ഡിഗ്രിയാണെന്ന് അറിയാം. അപ്പോൾ ഈ തീറ്റ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യണം അല്ലേ? 60 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റേഡിയനാണ്? π/3 റേഡിയനാണ്. ആൻഡ് 75 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 ഇൻറ്റു റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5/180 ചെയ്യണം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 5 വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ 5 ഇൻറ്റു, ശരിക്കും നമ്മളിത് റേഷ്യോ ആയതുകൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഈ 75 ഡിഗ്രിയിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ആക്ച്വലി 5 ഇൻറ്റു 1 5 25 ഇങ്ങനെ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല. 5 ഇൻറ്റു 3 ആൻഡ് 30ൽ 5 ഇൻറ്റു 6. അപ്പോൾ ഇത് 15 π/36 റേഡിയൻ കിട്ടും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. തീറ്റ ഈസ് ഈക്വൽ ടു L/R1. ദിസ് ഇസ് തീറ്റ 1. ആക്ച്വലി ദിസ് ഇസ് തീറ്റ 1 ആൻഡ് L/R1. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദിസ് ഇംപ്ലൈസ് R1 ഇസ് ഈക്വൽ ടു L/θ1 എന്ന് എഴുതാൻ പറ്റും. ഇനി സെക്കൻഡ് സർക്കിൾ എടുത്തു. അപ്പോൾ സെക്കൻഡ് സർക്കിൾ എടുക്കുകയാണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? θ2 is equal to L/R2 എന്ന് എഴുതാൻ പറ്റും. ദിസ് ഇംപ്ലൈസ് R2 is equal to L/θ2. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് റേഷ്യോ അല്ലേ കാണണ്ടേ? റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ശരിക്കും നമ്മൾ റേഷ്യോ സാധാരണ പറയുക മറ്റേ E:2 എന്നുള്ള സംഭവം ഇട്ടിട്ടാണല്ലോ. R1:R2 എന്നുള്ള സംഭവമാണല്ലോ നമ്മൾ സാധാരണ റേഷ്യോ പറയുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം? R1/R2 കാണണം. R1/R2 ആണ് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ R1ഉം R2ഉം കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? R1/R2 ചെയ്യാം. ആൻഡ് R1/R2 is L/θ1 divided by L/θ2. അപ്പോൾ എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു θ2 ഡിവൈഡഡ് ബൈ θ1. അപ്പോൾ ഈ θ2/θ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ θ2 നമുക്കറിയാലോ. θ2 എന്തായിരുന്നു? 75 ഡിഗ്രി ആയിരുന്നു. അതേപോലെ θ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 60 ഡിഗ്രി ആയിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ശരിക്കും റേഡിയനിൽ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾ റേഡിയനിൽ കൺവേർട്ട് ചെയ്യും. പക്ഷേ ഇവിടെ 75 ഇത് രണ്ടും ചെയ്ത് നോക്കാം. നമുക്ക് 75/60 ചെയ്ത് നോക്കാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എത്ര വരും? ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ 5 ഇൻറ്റു 1 5, 25ൽ 5 ഇൻറ്റു 5, ദെൻ 5 ഇൻറ്റു 1 5, 10ൽ 5 ഇൻറ്റു 2. അപ്പോൾ 15/12. എഗെയിൻ 3 വെച്ചിട്ട് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? 5/4 എന്ന് കിട്ടും അല്ലേ? 5/4
എന്നുള്ളതാണ് റേഷ്യോ. 5:4 എന്ന് കിട്ടി. ഇനി സെയിം ഈ സംഭവം ഞാൻ റേഡിയൻ വെച്ച് ചെയ്ത് നോക്കുകയാണേ. ഇതിപ്പോൾ നമ്മൾ എന്തിലാണ് ചെയ്തത്? നമ്മൾ ഡിഗ്രിയിലാണ് ചെയ്തത്. അപ്പോൾ R1/R2 ഇൻ ടേംസ് ഓഫ് റേഡിയൻ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 15π/36 ഡിവൈഡഡ് ബൈ π/3 ആയിരുന്നു അല്ലേ? 5/3 ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 15π/36 ഇൻറ്റു 3/π. പൈ ക്യാൻസൽ ചെയ്തു ആൻഡ് ദിസ് ഇസ് എന്ത് വരും? 12. 15/12 വന്നല്ലോ. 15/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 5/4. അപ്പോൾ നോക്കൂ, ഇത് റേഷ്യോ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഡിഗ്രിയിലിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാലും അതേപോലെ റേഡിയനിലിട്ട് ചെയ്ത് കഴിഞ്ഞാലും സെയിം ആൻസറാണ്. സോ യു നീഡ് നോട്ട് കൺവേർട്ട് ഇറ്റ് ഇൻറ്റു എന്ത്? നമുക്കത് റേഡിയനിൽ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റേഷ്യോ കാണാൻ പറയുമ്പോൾ സെയിം ഡിഗ്രിയിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടും. അപ്പോൾ റേഷ്യോ എന്തായിരുന്നു? റേഷ്യോ ഇസ് ഈക്വൽ ടു 5:4. ഓക്കെ, ദിസ് ഇസ് അവർ ആൻസർ. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിലെന്താണ്? ഫൈൻഡ് ദ ആംഗിൾ ഇൻ റേഡിയൻ ത്രൂ വിച്ച് എ പെൻഡുലം. പെൻഡുലത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പഠിച്ചിട്ടില്ലേ? പഠിക്കണം എന്തിനല്ലേ? ക്ലാസ്സിൽ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ പെൻഡുലം ക്ലോക്കൊക്കെ അറിയുന്നല്ലേ? ഇങ്ങനെ റിങ് ചെയ്യുന്ന സംഭവം, അതേപോലെ ഇങ്ങനൊരു സംഭവം ഇങ്ങനെ പോകുന്നത് സിമ്പിൾ പെൻഡുലമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഇങ്ങനെ പെൻഡുലം ക്ലോക്കാണ്. അപ്പോൾ അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ പെൻഡുലം ക്ലോക്ക്. അവിടെ എന്താ തന്നിട്ടുള്ളത്? ആംഗിൾ ഇൻ റേഡിയൻ ത്രൂ വിച്ച് എ പെൻഡുലം സ്വിങ്സ് ഇഫ് ഇറ്റ്സ് ലെങ്ത് 75 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത് എത്രയാണ്? 75 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഇസ് 75 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ആൻഡ് ദ ടിപ്പ് ഡിസ്ക്രൈബ്സ് ആൻ ആർക്ക് ഓഫ് ലെങ്ത്. എന്ത് കിട്ടും? ഇത് നമുക്ക് 10 സെൻറ്റിമീറ്റർ ആർക്ക് ലെങ്ത് കിട്ടും. ഈ 75 സെൻറ്റിമീറ്റർ ആണ് എന്ത്? നമ്മളെ പെൻഡുലത്തിൻ്റെ ലെങ്ത്ത്. ഈ പെൻഡുലം നമ്മളിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു പെൻഡുലം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് വരുമ്പോൾ അവിടെ ഒരു ആർക്ക് സബ്റ്റൻഡ് ഇല്ലേ? ആ ആർക്ക് എന്താണ്? 75 സെൻറ്റിമീറ്റർ ആണ്. 75 അല്ല, 10 സെൻറ്റിമീറ്റർ ആർക്കാണ്. അപ്പോൾ ഒരു വലിയ പെൻഡുലാണ് കേട്ടോ. ആ പെൻഡുലം ഇങ്ങനെ കുഞ്ഞിതാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ താഴെ 10 സെൻറ്റിമീറ്റർ ആവുന്നുണ്ട്. പിന്നെ ഫൈൻഡ് ദ ആംഗിൾ ഇൻ റേഡിയൻ ത്രൂ വിച്ച് എ പെൻഡുലം സ്വിങ്സ്. അപ്പോൾ നമ്മൾ എന്താണ് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്? ഞാൻ ഇവിടെ ഇങ്ങനെ ആർക്ക് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഈ ആംഗിളാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ തീറ്റ. യു ഹാവ് ടു ഫൈൻഡ് തീറ്റ. സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ? എന്താണ്? വി നോ ദാറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു L/R അല്ലേ? L എന്തായിരുന്നു? L ഇസ് 10 സെൻറ്റിമീറ്റർ ആൻഡ് R ഇസ് 75 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിന് നമുക്ക് 2/15 എഴുതാം അല്ലേ? 2/15 അല്ലേ? 25 അല്ല, 2/15. 2/15 നമുക്ക് എന്ത് ചെയ്യണം? 2/15 നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കണം. ബിക്കോസ് ദിസ് ഇസ് തീറ്റയാണ്. തീറ്റ 2/15 റേഡിയൻ ആണ് കിട്ടിയത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്ത് ഡിഗ്രി ആക്കി നോക്കാം. റേഡിയൻ കിട്ടുമ്പോൾ ഡിഗ്രി ആക്കണം, ഡിഗ്രി കിട്ടുമ്പോൾ റേഡിയൻ ആക്കണം, എന്താ അല്ലേ? അപ്പോൾ 2/15 നമുക്ക് ഡിഗ്രിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 2/15 റേഡിയൻ ഈക്വൽ ടു 2/15 ഇൻറ്റു റേഡിയനെ ഡിഗ്രിയിലാക്കാൻ എങ്ങനെയായിരുന്നു? റേഡിയനെ ഡിഗ്രിയിലാക്കാൻ 180/π കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 180/π. 180/π എന്ന് പറയുമ്പോൾ എന്ത് വരും? ഡിവൈഡ് ചെയ്ത് നോക്കാം. 15ൻ്റെ 5 ഇൻറ്റു 3 ആയിരുന്നു അല്ലേ? ഇവിടെ 5 ഇൻറ്റു 3 15 36 വരും. അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ഇൻറ്റു 36 ഇൻറ്റു 7/22. ഈ പൈനെ ഞാൻ എന്ത് ചെയ്തു? അതിൻ്റെ വാല്യൂ കൊടുത്തു, 22/7 കൊടുത്തു. ആൻഡ് ഹിയർ ഇറ്റ് ബിക്കംസ് 11. ദെൻ പിന്നെന്താണ്? 33 വരും അല്ലേ? സോ ദിസ് ഇസ് 36 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 33 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 36 ഇൻറ്റു 11/33 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? 36 ഇൻറ്റു 7 ചെയ്യണം. ആൻഡ് 36 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 7 6 42, 4 7 3 21, 252. അപ്പോൾ 252 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 33 ചെയ്യണം. അപ്പോൾ ഇതെന്താ വരിക? 33 ഇൻറ്റു 9 3 27. 33 ഇൻറ്റു 8 ചെയ്താലോ? അപ്പോൾ 7 വരും. അപ്പോൾ 33 ഇൻറ്റു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 3 21 2
231. അപ്പോൾ ഒരു 7 പോയിൻ്റ് വരും അല്ലേ? അഗെയിൻ ഇവിടെ 1 വരും ആൻഡ് 2 7.210. 210 എത്ര വരും? 7.6 വരും. 33 × 6 വരും. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 7.6. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ്. അപ്പോൾ എന്താണ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്നറിയോ? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? 10th പഠിച്ചിട്ടുണ്ടായിരുന്നു. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ അത് വെച്ച് പറഞ്ഞിട്ടാണ്. എന്താണ് സൈൻ തീറ്റ അല്ലെങ്കിൽ എന്താണ് കോസ് തീറ്റ, അങ്ങനത്തെ കുറേ ഫങ്ഷൻസിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ഐഡൻറ്റിറ്റി പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? 1 + tan സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു sec സ്ക്വയർ തീറ്റ പഠിച്ചു. അതേപോലെ 1 + cot സ്ക്വയർ തീറ്റ cosec സ്ക്വയർ തീറ്റ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഐഡൻറ്റിറ്റീസ് നമ്മൾ പഠിച്ചതായിരുന്നു 10th. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കുറച്ചും കൂടെ ഐഡൻറ്റിറ്റീസ്, ഇതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അത് യൂസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ പോവുകയാണ്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് തന്നിട്ട് നമുക്ക് ബാക്കി റേഷ്യോസ് കണ്ടുപിടിക്കാൻ പോകുന്ന അങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നിങ്ങളിങ്ങനെ എന്താണ് ഇങ്ങനെ നമ്മൾ എത്രത്തോളം ഇതിനെപ്പറ്റി പഠിക്കണോ നമ്മൾ അത്രത്തോളം അതിൽ എക്സ്പേർട്ട് ആവും. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്താണ് ആക്ച്വലി സൈൻ തീറ്റ, അല്ലെങ്കിൽ എങ്ങനെയാണ് ജോമെട്രിക്കലി സൈൻ എക്സ് വരിക അല്ലെങ്കിൽ കോസ് എക്സ് വരിക, ഇതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ജോമെട്രിക്കലി എങ്ങനെയാണ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സർക്കിൾ നോക്കി, ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഇതൊരു കുഞ്ഞ് സർക്കിളാണ്. ഈ ഒരു സർക്കിൾ എടുക്കുക. ഇത് നമ്മളെ യൂണിറ്റ് സർക്കിളാണ് കേട്ടോ. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? റേഡിയസ് 1 യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് സർക്കിളാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ദിസ് ഇസ് 0 0 അല്ലേ? ഇത് നമ്മളെ 0 0 ഒറിജിനാണ്. 0 0 എന്നുള്ള ഒറിജിനാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് എന്താണ്? നെക്സ്റ്റ് വരുന്നത് ദിസ് ഇസ് 0 0. ഇത് നമ്മളെ ഒറിജിൻ. ഓക്കെ, ഇവിടെ അപ്പോൾ ഈ പോയിന്റ് എന്തായിരിക്കും? ഇത് നമ്മളെ 1 0 ആയിരിക്കും. ഈ 1 1 0, ഇത് 1 0 ആയിരിക്കും. അതേപോലെ ഇതെന്തായിരിക്കും? ഇത് 0 1 ആയിരിക്കും. ഇത് -1 0 ആയിരിക്കും. ഇത് 0 -1 ആയിരിക്കും. ഇത് നമ്മൾ പണ്ട് തൊട്ടേ കാണുന്ന സിമ്പിളായിട്ടുള്ള യൂണിറ്റ് സർക്കിളാണ്. ഈ യൂണിറ്റ് സർക്കിളിൽ ഒരു കുഞ്ഞ് പോയിന്റ് കണ്ടുപിടിച്ചു. ഈ സർക്കിളിൽ ഇവിടെ ഒരു പോയിന്റ് പി എന്നുള്ള പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. പി എന്നുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്നുള്ളത് എൻ്റെ 1 0 എന്നുള്ള പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ 1 0 എന്നുള്ള പോയിന്റ് ആയിട്ടുള്ള എയിൽ നിന്നും എവിടം വരെ? എ ഒ പി എന്നുള്ള ലൈൻ ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോൾ എ ഒ പി എന്നുള്ള ഇവിടെയാണ് ഞാൻ എന്ത് മാർക്ക് ചെയ്തത്? ദിസ് ഇസ് മൈ എക്സ്. അപ്പോൾ ഈ എ ഒ പി എന്നുള്ള എക്സ് എന്നുള്ള സംഭവം ഞാൻ എടുത്തു. അപ്പോൾ ഈ ട്രയാങ്കിൾ നോക്കിയിട്ട് പറയൂ. ഈ ട്രയാങ്കിൾ നോക്കിയിട്ട് പറയാൻ പറ്റുമല്ലോ എന്താണ് നമുക്ക് എക്സ് റേഡിയൻ എന്നുള്ളത് എടുത്തു. എ ഒ പി എന്നുള്ളത് എക്സ് റേഡിയൻ ആണ്. അതേപോലെ കോസ് എക്സ് ഈക്വൽ ടു എ എന്ന് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. കോസ് എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ പഠിച്ചതല്ലേ. എന്തായിരുന്നു കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോസ് എക്സ് വാസ് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലായിരുന്നോ? അതായിരുന്നല്ലോ നമ്മളെ കോസ് എക്സ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് എന്താണ്? ഈ എ എന്ന് എഴുതിയതാണ് നമ്മൾ അഡ്ജസൻറ്റ് സൈഡ്. ആൻഡ് ഹൈപ്പോട്ടന്യൂസ് എന്താ? ഹൈപ്പോട്ടന്യൂസ് 1 ആണ് അല്ലേ? ഇതല്ലേ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് 1 ആണ്. അപ്പോൾ എന്ത് കിട്ടി? കോസ് എക്സ് ഈക്വൽ ടു എ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്തു? കോസ് എക്സ് ഈക്വൽ ടു എ ഡിഫൈൻ ചെയ്തു. അതേപോലെ തന്നെ എന്തായിരുന്നു? സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ട്രയാങ്കിൾ തന്നെ നോക്കുക. ആ ട്രയാങ്കിളിൽ സൈൻ എക്സ് എന്തായിരുന്നു? സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരുന്നു അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഈ എക്സ് എന്നുള്ള ആംഗിൾ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഇസ് ബി. അപ്പോൾ ഓപ്പോസിറ്റ് ബി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇസ് 1. അപ്പോൾ സൈൻ എക്സ് എന്ത് കിട്ടി? ബി എന്ന് കിട്ടി. നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തു? സൈൻ എക്സ് ഈക്വൽ ടു എയും സൈൻ എക്സ് ഈക്വൽ ടു ബിയും അതേപോലെ കോസ് എക്സ് ഈക്വൽ ടു എന്ത് ഡിഫൈൻ ചെയ്തു? കോസ് എക്സ് ഈക്വൽ ടു എ, കോസ് എക്സ് ഈക്വൽ ടു എ, സൈൻ എക്സ് ഈക്വൽ ടു ബി എന്ന് ഡിഫൈൻ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ വരുന്നത്? all angles which are integral multiples of π/2 are called quadrantal angles. അതെന്താണ് ക്വാഡ്രാന്റൽ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്വാഡ്രാന്റൽ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/2ൻ്റെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ്. അപ്പോൾ എങ്ങനത്തെ ആംഗിൾസ് ആയിരിക്കും? π/2 എടുക്കുകയാണെങ്കിൽ π/2, അടുത്തത് 2π/2, 3π/2 എക്സെട്ര. പിന്നെ അതേപോലെ എന്ത് വരും? -π/2, -2π/2 എക്സെട്ര. അങ്ങനെ നെഗറ്റീവ് ആംഗിൾസും വരും
പിന്നെന്ത് വരും? പോസിറ്റീവ് ആംഗിൾസും വരും. അതെല്ലാം എന്താണ്? ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് 5/2. 0 വരുമോ? 0യും വരും അല്ലേ? 0 ഇൻറ്റു 0 അല്ലേ വരും? അതൊരു ഇൻറ്റഗ്രൽ വാല്യൂ ആണല്ലോ. അപ്പോൾ 0 ഇൻറ്റു 5/2 എന്താണ്? അതൊരു ക്വാഡ്രാന്റൽ ആംഗിൾസ് ആണ്. അപ്പോൾ ഈ ക്വാഡ്രാന്റൽ ആംഗിൾസ് ഏതൊക്കെയാണ്? ഇവിടെ വരുന്ന ആംഗിള്, ഇവിടെ വരുന്ന ആംഗിള്, ഇവിടെ വരുന്നത്, ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ മൊത്തം ഈ ഒരു ആക്സിസിൽ വരുന്ന ആംഗിൾസ് ആണ് എന്ത്? ക്വാഡ്രാന്റൽ ആംഗിൾസ്. നെക്സ്റ്റ് എന്താ വരുന്നത്? നെക്സ്റ്റ് നോക്കാം. sin x equal to 0 implies x equal to n pi. അതെന്താ സംഭവം? sin x equal to 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ sin x എന്നുള്ളത് 0 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് 0 ആയിരിക്കണം? sin xൻ്റെ വാല്യൂ 0 ആയിരിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ sin x equal to 0 ആണെങ്കിൽ implies n pi equal to x. n എന്തായിരിക്കണം? ഒരു ഇൻറ്റീജറും ആയിരിക്കണം. n should be an integer. n belongs to z. അങ്ങനെ എഴുതാം. അപ്പോൾ sin x equal to 0 n pi. ഞാനിങ്ങനെ എടുത്ത് നോക്കുകയാണേ. ഈ പൈൻ്റെ n എന്നുള്ളത് എന്തായിരുന്നു? n എന്നുള്ളത് ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരുന്നു. അപ്പോൾ എന്നിന് എനിക്ക് എന്ത് ഇൻറ്റീജർ വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് sin പൈ എടുത്തു, n1 കൊടുത്തു. sin 180 എന്താണ്? sin 180 എന്തായിരുന്നു? sin 180 ഈസ് എന്തായിരുന്നു? 0 അല്ലേ? ഇതെങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമെന്നറിയോ? ഈ ഒരു ഫിഗർ കണ്ടോ? ഈ ഒരു ഫിഗറിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇത് മനസ്സിലായില്ല? ഇത് നമ്മളെ യൂണിറ്റ് സർക്കിളാണ്. അപ്പോൾ ഇവിടെ ഇത് 0 ഡിഗ്രി ആംഗിൾ അല്ലേ? ദിസ് ഇസ് 0 ഡിഗ്രി. അതേപോലെ തന്നെ ഞാൻ വേറൊരു ആംഗിൾ കൺസിഡർ ചെയ്തു. ഇത് 0 ഡിഗ്രി ആണ്. ഇത് എത്രയാണ്? ദിസ് ഇസ് 90 ഡിഗ്രി അല്ലേ? ഇത് 90 ഡിഗ്രി ആണ്. അതേപോലെ ഇതപ്പോൾ എത്രയായിരിക്കും? ഇത് ടോട്ടൽ ഇവിടെ തൊട്ട് ഇവിടം വരെ ഇത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ എടുക്കുമ്പോൾ ഈ 90 ഡിഗ്രി എടുക്കുമ്പോഴേ ഇത് കോസ് തീറ്റ സൈൻ തീറ്റ ഫോമിലായിരിക്കും. ദിസ് ഇസ് കോസ് തീറ്റ സൈൻ തീറ്റ. അതേപോലെ തന്നെ ഇതും എന്താണ്? കോസ് തീറ്റ സൈൻ തീറ്റ. അപ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിയിട്ട് പറയാൻ പറ്റുമല്ലോ എന്താണ് കോസ് തീറ്റ അല്ലെങ്കിൽ എന്താണ് സൈൻ തീറ്റ. ഇവിടെ ഇത് 0 ഡിഗ്രി അല്ലേ? അപ്പോൾ ഈ 0 ഡിഗ്രിയിൽ കോസ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ. അതേപോലെ 0 ഡിഗ്രിയിൽ സൈൻ 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇവിടെ നോക്കൂ, ഇത് 90 ഡിഗ്രി അല്ലേ? ഈ 90 ഡിഗ്രിയിൽ കോസ് 90 എന്താണ്? 0 ആണ്. സൈൻ 90 എന്താണ്? 1 ആണ്. അതേപോലെ തന്നെ കോസ് 180, ഇവിടെ 180 ആണല്ലോ. ദിസ് ഇസ് 180 ഡിഗ്രി. അപ്പോൾ കോസ് 180 എന്താണ്? ഇത് കോസ് 180 ആയിരിക്കും. അതെന്താണ്? -1. അതേപോലെ സൈൻ 180 എന്താണ്? 0. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. കോസ് തീറ്റ സൈൻ തീറ്റ എന്നുള്ള ഫോമിൽ ഓർഡേഡ് പേഴ്സിലായിട്ടാണ് എന്ത് കിടക്കുക? നമ്മളെ വാല്യൂസ് കിടക്കുക. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് കിടക്കുക. ഇത് നമ്മൾ യൂണിറ്റ് സർക്കിളിൽ മാത്രം കേട്ടോ, യൂണിറ്റ് സർക്കിൾ വെച്ചിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്കറിയാം ദിസ് ഇസ് 180 ഡിഗ്രി അല്ലേ? അപ്പോൾ കോസ് 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് 180 -1 ആണ്. സൈൻ 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആണെന്ന് കിട്ടി. അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. സൈൻ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണെന്ന് അറിയാം. അതേപോലെ തന്നെ അടുത്ത ഫിഗർ നോക്കൂ. അടുത്തത് സൈൻ 2π. സൈൻ 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 0 അല്ലേ? സൈൻ 0 ആണല്ലോ. അപ്പോൾ സൈൻ 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതാ സൈൻ 0 അഗെയിൻ 0. ഓക്കെ. അപ്പോൾ ഈ ഓർഡർ പെയറിൽ രണ്ടാമത് വരുന്നതാണ് എന്ത്? സൈൻ്റെ വാല്യൂ. അപ്പോൾ ഇത് നോക്കിയിട്ട് പറയാം സൈൻ 2π ഇസ് ഓൾസോ 0 എന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ഒക്കെ എന്താണ്? nπ ആവുമ്പോഴാണ്. ഇനി അടുത്തത് എന്ത് വരും? സൈൻ 3π. സൈൻ 3π എന്തായിരിക്കും? 0 ആയിരിക്കും. സൈൻ 3π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയല്ലേ വരിക? സൈൻ പൈ, സൈൻ 2π, സൈൻ 3π അഗൈൻ ഇവിടെ എന്താണ്? ഇവിടെ 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അടുത്തതിൽ ഇവിടെ സൈൻ 3π 0 ആണ്. ഇതേപോലെ നമ്മൾ ഇൻറ്റഗ്രൽ വാല്യൂസ് ആയിട്ടുള്ള ഏത് സംഭവം എടുത്തോട്ടെ, എന്നിനെ ഞാൻ എന്ത് ഇൻറ്റീജർ വേണമെങ്കിലും കൊടുത്തോട്ടെ, സൈൻ nπൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. വേറെ എവിടെയെങ്കിലും സൈൻ 0 വരുന്നുണ്ടോ? വേറെ എവിടെയും സൈൻ്റെ വാല്യൂ 0 വരില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സൈൻ x ഈക്വൽ ടു 0 ഇംപ്ലൈസ് x ഈക്വൽ ടു nπ. x ഈക്വൽ ടു nπ ആകുമ്പോൾ എന്താണ്? സൈൻ 0 ആണ്. അതേപോലെ കോസ് x ഈക്വൽ ടു 0 ഇംപ്ലൈസ് കോസ് ഈക്വൽ ടു 2n + 1π/2. അതെന്താണ് 2n + 1π/2 കൊടുത്തത്? അതും അതേപോലെ എന്താ പറയുക nπ/2 എന്ന് കൊടുത്താൽ പോരെ? ഇവിടെ നോക്കൂ,
ഇവിടെ നമുക്കിനി കോസ് എവിടേക്ക് 0 വരുന്നത് നോക്കാം. കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റത്തെ സംഭവം അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് 0 വരുന്നത് ഇവിടെ 1 0 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ കോസ് 0 ആണ് അല്ലേ. ഇവിടെ കോസ് 0 ആണ്, ഇവിടെ എന്താണ്, ഇവിടെ കോസ് 0 ആണ്. ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ സൈനാണ് 0. അപ്പോൾ ഈ കോസ് 0 വരുന്നത് എവിടേക്കാണ്, ഈ 90 ഡിഗ്രിയിലും പിന്നെ അടുത്തത് എവിടെയാണ് 270 ഡിഗ്രിയിലുമാണ് എന്ത്, കോസ് 0 വരുന്നത്. അപ്പോൾ അതേപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, 2n+1 π/2 എന്താവുന്നത്, കോസ് 0 ആവുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്ത് നോക്കുകയാണ്, n-ന് 0 കൊടുത്ത് നോക്കുകയാണ്. n-ന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും, 2 × 0 + 1 × π/2. ഇതെന്താ വരിക, π/2 വരും അല്ലേ. അപ്പോൾ π/2 എന്ന് പറയുമ്പോൾ കോസ് π/2 എന്താണ്, കോസ് π/2. ഈ ഒരു ഫിഗർ വെച്ചിട്ട് പറയാൻ പറ്റും. കോസ് π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കോസ് π/2, ഇവിടെയല്ലേ π/2 വരിക. അപ്പോൾ കോസ് π/2 = 0. അതേപോലെ നെക്സ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും, കോസ് π/2 0. അതേപോലെ n-ന് നമുക്ക് 1 കൊടുത്ത് നോക്കാം. n-ന് 1 കൊടുക്കുമ്പോൾ 2 × 1 + 1 × π/2 ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്, 3π/2. 3π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 3π/2 അതെന്താവും വരിക, കോസ് 3π/2 എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ആംഗിൾ ആണല്ലോ, ഇത് π/2 ആണ്, ഇതെന്താണ് π/2 × 2. അപ്പോൾ എന്താണ്, പൈ ആണ്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും, 3π/2 പറഞ്ഞാൽ π/2, 2π/2, 3π/2. അപ്പോൾ അവിടെ എന്താണ് കോസിൻ്റെ വാല്യൂ, ഇതാ കോസ് 0. അപ്പോൾ എന്ത് എഴുതാൻ പറ്റും, അടുത്തത് cos 3π/2 = 0. ഇതേപോലെ നമ്മൾ 2n+1 π/2 വരുന്ന സ്ഥലത്തൊക്കെ n-ന് എന്ത് വാല്യൂ വേണേലും കൊടുത്തോ, എന്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ വാല്യൂ കേട്ടോ, ഇൻറ്റഗ്രൽ വാല്യൂസ് ഏത് വേണേലും കൊടുത്തു കഴിഞ്ഞാലും cos 2n+1 π/2 എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എവിടെയാണ് സൈൻ 0 ആവുക, കോസ് 0 ആവുകയാണെന്ന് പഠിച്ചല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് നോക്കുക. ഈ ഒരു ഫിഗർ വെച്ചിട്ട് വേണം, ഈ ഒരു ഫിഗർ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പറയാൻ പറ്റും എവിടെയാണ് കോസ് സൈനൊക്കെ 0 ആവുക എന്നുള്ളത്. നെക്സ്റ്റ് ഇത് നമ്മൾ പഠിച്ചതല്ലേ, നമ്മൾ 10th പഠിച്ചതല്ലേ. കൊസീക് എക്സ് എന്തായിരുന്നു, കൊസീക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/sin x ആയിരുന്നു അല്ലേ. കൊസീക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/sin x ആയിരുന്നു. അതേപോലെ തന്നെ സീക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, അത് 1/cos x ആയിരുന്നു. പിന്നെ sin x/cos x ആണ് tan x. cot x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos x/sin x ആണ്. പക്ഷേ ഇവിടെ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ടല്ലോ. എന്തിനാണ് ഈ കണ്ടീഷൻസ് ഒക്കെ, എപ്പോഴും പറഞ്ഞൂടെ ഈ കൊസീക് എക്സ് എന്നുള്ളത് 1/sin x ആണെന്ന് എപ്പോഴും നമുക്ക് പറയാമല്ലോ. എന്തിനാണ് അങ്ങനെ ആവശ്യമില്ലാത്ത കണ്ടീഷൻസ് ഒക്കെ, അത് കണ്ടീഷൻസിൻ്റെ കാര്യം നോക്കാം. ഇപ്പോൾ ഇവിടെ x ≠ nπ തന്നിട്ടുണ്ടല്ലോ. x nπ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, x nπ ആണെന്ന് വിചാരിക്കുക. ഇവിടെ x ≠ nπ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ x ≠ nπ, x = nπ ആയാൽ എന്താ സംഭവിക്കുക, നമ്മൾ പഠിച്ചില്ലേ sin x 0 ആവുന്നത്, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഇവിടെ x = nπ ആയാൽ എന്താണ്, sin x 0 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, x = sin x 0 ആവും nπ ആയി കഴിഞ്ഞാൽ. അപ്പോൾ 1/0 എന്താവും, നോട്ട് ഡിഫൈൻഡ് ആവും. അപ്പോൾ കൊസീക് എക്സ് നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോം വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് x ≠ nπ പറയുന്നത്. നെക്സ്റ്റ് അതേപോലെ cos x ≠ 2n+1 π/2. അപ്പോൾ x = 2n+1 π/2 ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, ഈ cos x = 0 ആയിരിക്കും അല്ലേ. ഈ cos x എന്തായിരിക്കും, 0 ആയി പോകും. അപ്പോൾ 1/0 നോട്ട് ഡിഫൈൻഡ് ആവും, എന്തായി sec x നോട്ട് ഡിഫൈൻഡ് ആയി. അപ്പോൾ അങ്ങനെ ഒരു നോട്ട് ഡിഫൈൻഡ് വാല്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് x ≠ 2n+1 π/2. ഇവിടെ അതേപോലെ tan x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin/cos ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഷുഡ് നെവർ ബി 0 അല്ലേ. ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ എന്തായി, നമ്മളെ ആ ടോട്ടൽ വാല്യൂ തന്നെ നോട്ട് ഡിഫൈൻഡ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ കണ്ടീഷൻസ് കൊടുക്കുന്നത്. ഇവിടെ അതേപോലെ കോസ് ആണ് ഡിനോമിനേറ്ററിൽ. അപ്പോൾ കോസിൻ്റെ വാല്യൂ 2n+1 π/2 ആവാൻ പാടില്ല. നെക്സ്റ്റ് സൈൻ ആണ്. അപ്പോൾ എന്താവാൻ പാടില്ല, nπ ആവാൻ പാടില്ല. ഇത് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos/sin ആയിരുന്നു അല്ലേ. അപ്പോൾ എന്താവാൻ പാടില്ല, കോട്ടിൻ്റെ കേസിൽ x ≠ nπ, ടാനിൻ്റെ കേസിൽ x ≠ 2n+1 π/2. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് പറയുക, നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ എവിടെ, +10th പഠിച്ച സമയത്ത് ഇതൊന്നും കാര്യമായിട്ട് മൈൻഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇങ്ങനെ പറയണം, ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഓക്കെ, ഇനി ഇതായിരുന്നു നമ്മൾ പണ്ട് പഠിച്ച ഫോർമുലാസ് അല്ലേ, നമ്മൾ പഠിച്ചതായിരുന്നു. എന്തായിരുന്നു, sin x + sin square x + cos square x = 1. അതേപോലെ തന്നെ എന്ത് പഠിച്ചു, ഇത് നമ്മൾ 10th പഠിച്ച ഫോർമുലാസ് ആണല്ലോ.
അറിയാലോ 1 + tan സ്ക്വയർ എക്സ് സീക്ക് സ്ക്വയർ എക്സ് ആണ്, 1 + cot സ്ക്വയർ എക്സ് കൊസീക്ക് സ്ക്വയർ എക്സ് ആണ്. ഈ ഒരു ഫോർമുലാസ് ഈ 3 വെച്ചിട്ട് നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്തു. അതേപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി മറ്റേ സൈഡ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആപ്ലിക്കേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഈ ടേബിൾ പഠിക്കണം കേട്ടോ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ടേബിൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പഠിച്ചതാണ് 10th ഈ 90 വരെയുള്ള പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ യു ഹാവ് ടു സ്റ്റഡി 180 പഠിക്കണം, 270 പഠിക്കണം, 370 പഠിക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ sin θ 0 ആണ്. ഇത് പഠിക്കാനുള്ള സിമ്പിൾ വേ പറഞ്ഞുതരാം. ഇത് എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിനനുസരിച്ച് ഇതിങ്ങനെ മനസ്സിലാക്കി വെക്കണം. സോ ദിസ് ഇസ് 0, 1/2, 1/√2, √3/2, 1. ഇതിനെ നമ്മൾ നേരെ റിവേഴ്സ് ആക്കി എഴുതിയതാണ് എന്ത്, 1, √3/2, 1/√2, 1/2, 0. സെയിം ഇതാക്കി എഴുതിയതാണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, വി നോ ദാറ്റ് tan θ ഇസ് sin θ by cos θ. അപ്പോൾ ഇതിനെ രണ്ടിനും ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും, tan θ കിട്ടും. അപ്പോൾ 0 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ടേബിൾ മൊത്തം നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 0/1 0 കിട്ടി. 1/2 ഡിവൈഡഡ് ബൈ √3/2 എന്തായി, 1/√3 ആയി. ആൻഡ് 1/√2 by 1/√2 ഇസ് 1. √3/2 by 1/√2 ഇസ് √3. അതേപോലെ 1/0 കണ്ടോ, 1/0 വന്നപ്പോൾ എന്തായി, നോട്ട് ഡിഫൈൻഡ് ആയി. നമ്മൾ പഠിച്ചിട്ടില്ലേ 90 ഡിഗ്രീൻ്റെ കേസിൽ എന്താവാൻ പാടില്ല, നോട്ട് ഈക്വൽ ടു cos θ നോട്ട് ഈക്വൽ ടു 2n + 1 π/2 എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ n 0 ആവുന്ന കേസാണ് ഇവിടെ നോട്ട് ഡിഫൈൻഡ് വന്നത്. അപ്പോൾ അതെന്താണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അത് വേണ്ട, പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താണ്, ഇവിടെ 0/-1. ഡിനോമിനേറ്ററിൽ 0 വന്നാൽ മാത്രമേ കുഴപ്പമുള്ളൂ. ന്യൂമറേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ എന്താണ്, 0 ആണ്. അപ്പോൾ അത് നോട്ട് ഡിഫൈൻഡ് അല്ല. ഡിനോമിനേറ്ററിൽ 0 ആണോ നോക്കുക, നോട്ട് ഡിഫൈൻഡ് എഴുതാം 0. ഇനി 270 is -1/0 which is not defined. ഇതേപോലെ 360. അപ്പോൾ ഈ ഒരു സംഭവം ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇത്രയും സംഭവങ്ങൾ എഴുതാൻ പറ്റും. ഇതെന്ത് ചെയ്യണം, ഇത് നമ്മൾ മറ്റേ ടേബിളല്ല നമ്മളെ ഫിഗർ വെച്ചിട്ട് പറഞ്ഞല്ലോ. ആ ഫിഗർ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലോ എന്താണ് 90 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രി. ഇതൊക്കെ ക്വാഡ്രാന്റൽ ആംഗിൾസ് അല്ലേ. അപ്പോൾ ഈ ക്വാഡ്രാന്റൽ ആംഗിൾസിൻ്റെ ഒക്കെ എങ്ങനെയാണ് വാല്യൂ വരിക എന്നുള്ളത് നമ്മൾ മറ്റേ ഫിഗറില്ലേ, നേരത്തെ പഠിച്ച ഫിഗർ ഉണ്ടല്ലോ, ഈ ഒരു ഫിഗർ നോക്കി പറയാമല്ലോ സിമ്പിളായിട്ട്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിനനുസരിച്ച് ഇതിങ്ങനെ മൈൻഡ് ഒന്ന് ഓർത്തെടുക്കുന്നതിനനുസരിച്ച് നമ്മൾ എക്സ്പെർട്ട് ആവും. നെക്സ്റ്റ് അതേപോലെ തന്നെ കൊസീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ sin θ 1/sin θ എടുത്താൽ മതി. സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിൻ്റെയൊക്കെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ മതി. സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ കോസിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാനിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈ ടേബിൾ കിട്ടും. നെക്സ്റ്റ് ഇതെന്താണെന്നറിയോ, ഈ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഒക്കെ നമുക്ക് മൊത്തം 4 ക്വാഡ്രൻ്റ് ആണല്ലോ ഉള്ളത്. ഈ 4 ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ സാധാരണ ഈ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് വരയ്ക്കുമ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്, ഇങ്ങനെ നമ്മളെ പ്ലെയിനെ മൊത്തം 4 ക്വാഡ്രൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതേപോലെ നമ്മൾ 3D ആണെങ്കിൽ എന്താണ്, നമ്മൾ ഒക്ടൻസ് ആയിട്ട് 8 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെയല്ല ഇപ്പോൾ 2D ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 2Dയിൽ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഈ ഓരോ ക്വാഡ്രൻറ്റിലും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ എവിടേക്കാണ് വരുന്നത് എന്നുള്ളതാണ് ഈ തന്നിൽ. ഈ ടേബിൾ പഠിക്കാൻ വേറൊരു കുഞ്ഞ് സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുക, ഇത് നോക്കൂ, ഇത് നമ്മളെ ഫിഗറാണ്. ഇതാണ് നമ്മളെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. അതേപോലെ ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്, ഇത് തേർഡ് ക്വാഡ്രൻ്റ് ആണ്, ഇതേപോലെ ഇത് ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഇത് നമുക്കറിയാലോ, ദിസ് ഇസ് അവർ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ദിസ് ഇസ് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ദിസ് ഇസ് തേർഡ് ആൻഡ് ദിസ് ഇസ് ഫോർത്ത്. അപ്പോൾ ഈ ടേബിൾ പഠിക്കാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. ഇതെന്ത് ചെയ്യണമെന്നറിയോ, ഒറ്റ കാര്യം പഠിച്ചാൽ മതി. അനുശ്രീ ടുക്ക് കോൾ ഈ ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഫസ്റ്റ് എ എസ് ടി സി. അപ്പോൾ ഇതെന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ASTC മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ സൈൻ്റെയും കോസിൻ്റെയും വാല്യൂസ് ഒക്കെ എവിടെയൊക്കെ പോസിറ്റീവാണ് എവിടെയൊക്കെ നെഗറ്റീവാണെന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇത് നോക്കൂ, ഇവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓൾ ആർ പോസിറ്റീവ്. സൈൻ കോസ് ടാൻ 3 അവിടെ പോസിറ്റീവാണ്. ഓക്കെ, ഇപ്പോൾ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ കൊസീക്ക് പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ കോസ് പോസിറ്റീവ് ആണെങ്കിൽ സീക്ക് പോസിറ്റീവ് ആയിരിക്കും.
അപ്പോൾ നമുക്ക് സൈൻ കോസ് ടാൻ പറഞ്ഞു, ടാൻ പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, കോട്ട് പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ സൈൻ നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, കൊസീക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റത്തെ സൈൻ കോസ് ടാനിൻ്റെ 3 സംഭവം പഠിച്ചാൽ മാത്രം മതി, ബാക്കിയുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ 3 എണ്ണം ഇവിടെ എന്താണ്, പോസിറ്റീവാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എന്താണ്, ഓൾ പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എന്താണ്, സൈൻ പോസിറ്റീവാണ്. സൈൻ പോസിറ്റീവാണ്, കോസും ടാനും എന്താ, നെഗറ്റീവാണ്. ഇവിടെ എന്താണ്, ടാൻ പോസിറ്റീവാണ്. ബാക്കി 2 എണ്ണം സൈനും കോസും നെഗറ്റീവാണ്. ഇവിടെ എന്താണ്, കൊസൈൻ പോസിറ്റീവാണ്, കോസ് പോസിറ്റീവാണ്, സൈനും ടാനും എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ എന്ത് പഠിക്കണം നമ്മൾ ശരിക്കും, ഈ ASTC അല്ലെങ്കിൽ എന്താണ്, അനുശ്രീ ടുക്ക് കോൾ, അത്ര പഠിച്ചാൽ മതി. അനുശ്രീ ടുക്ക് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഓരോ ക്വാഡ്രൻറ്റിലും എന്താണെന്ന്. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റാണ് ASTC, ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റാണ്, ഇതെന്താണ്, ദിസ് ഇസ് ആർ തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ദിസ് ഇസ് ഫോർത്ത്. അപ്പോൾ ഈ 4 ക്വാഡ്രൻറ്റിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ വാല്യൂസ് എന്താണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ. ഇത്രയും വലിയൊരു ടേബിൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ നോക്കുമ്പോൾ ആർക്കും മനസ്സിലാവില്ല, പെട്ടെന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് എന്ത് പറയാൻ പറ്റണം, പോസിറ്റീവ് ആണോ അതേപോലെ നെഗറ്റീവ് ആണോ എന്നുള്ളതൊക്കെ പറയാൻ പറ്റണം. നെക്സ്റ്റ് നമ്മൾ ഗ്രാഫ്സ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഈ ഗ്രാഫ്സ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ടല്ലേ. നമ്മൾ എന്താണ് ഈ y=x+2, അതേപോലെ ലീനിയർ ഫംഗ്ഷൻസിൻ്റെയും ക്വാഡ്രാറ്റിക് y=x², അങ്ങനത്തെ കുറേ ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്, സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, ഇതെല്ലാം എന്താണ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് എന്തുണ്ട്, ഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഈ സൈൻ എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക, നമുക്കറിയാലോ. നമ്മൾ സാധാരണ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു എക്സ് ആക്സിസും വേണം, പിന്നെ എന്ത് വേണം, ഒരു വൈ ആക്സിസും വേണം. അപ്പോൾ ഈ എക്സ് ആക്സിസിൽ എന്ത് മാർക്ക് ചെയ്യും, നമ്മൾ എന്താണോ എക്സിന് കൊടുക്കുന്നത് അത് നമ്മൾ എക്സിൽ മാർക്ക് ചെയ്യും. പിന്നെ നമുക്ക് വൈയിൽ എന്ത് കിട്ടുന്നോ അത് നമ്മൾ വൈ ആക്സിസിൽ മാർക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കും. അതേപോലെ നമ്മൾ ഈ ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്താ കൊടുക്കുക, നമ്മൾ ഫസ്റ്റ് എക്സിന് എന്താണോ കൊടുക്കുന്നത്, ഇപ്പോൾ ഇത് സൈൻ എക്സ് ആണെന്നുണ്ടെങ്കിൽ സൈൻ എക്സിന് നമ്മൾ എന്താ കൊടുക്കുക, സൈൻ ഓഫ് സം ആംഗിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, ഈ ആക്സിസിൽ ആംഗിൾ വരും, ഇവിടെ എന്ത് വരും, സൈൻ എക്സിൻ്റെ വാല്യൂ വരും. ഇവിടെ സൈൻ എക്സ് എന്താണോ അത് വരും, സൈൻ എക്സിൻ്റെ വാല്യൂ വരും. അപ്പോൾ ഇവിടെ നമ്മൾ ആംഗിൾ കൊടുത്തിട്ട് ഇവിടെ സൈൻ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്രാഫ് ഓഫ് എ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇത് നോക്കൂ, ഇവിടെ 0 ആണ്. ഇത് നമ്മൾ എന്താണ്, നമ്മളെ കാർട്ടീഷ്യൻ പ്ലെയിൻ ആണ്. കാർട്ടീഷ്യൻ പ്ലെയിൻ അല്ല, ഒരു 2D പ്ലെയിൻ, കാർട്ടീഷ്യൻ എന്ന് പറയാം, 2D പ്ലെയിൻ ആണ്. സോ ഇവിടെ ഞാൻ ഒറിജിൻ എടുത്തു, 0 എടുത്തു, 0 0 എന്ന് എടുത്തു. അതേപോലെ തന്നെ പിന്നെ നമുക്ക് എന്തറിയാം, ഈ സൈനിൻ്റെ വാല്യൂ സൈൻ π/2 അല്ലേ 1 വരിക, സൈൻ π/2 1 ആണ്. സോ ദിസ് ഇസ് 1. അപ്പോൾ ഇവിടെ നിന്ന് ഇതിങ്ങനെ കൂടി 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 π/2 എത്തുമ്പോൾ എന്താവും, π/2 എത്തുമ്പോൾ 1 ആവും. അത് കഴിഞ്ഞ് പിന്നെ എന്ത് വരും, പിന്നെ നമുക്കറിയാം ഈ π/2 കഴിഞ്ഞ് π എത്തുന്നവരെ സൈൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ് ബിക്കംസ്, ഇവിടെ എത്തുമ്പോൾ ഇവിടെ എന്തായിരുന്നു, ഇവിടെ π ആയിരുന്നു, അവിടെ സൈൻ്റെ വാല്യൂ എന്തായി, 0 ആയി. പിന്നെ അവിടെ നിന്ന് പിന്നെയും കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ 3π/2 എത്തുമ്പോൾ എന്തായി, -1 ആയി. ഓക്കെ, -1 ആയി. ഇവിടെ എന്തായിരുന്നു, 3π/2. പിന്നെന്ത് വരും, 3π/2 എന്ന് പിന്നെയും കൂടി 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 ഇവിടെ എത്തുമ്പോൾ 2π ആയിരിക്കും അല്ലേ. 2π, 3π/2 കഴിഞ്ഞിട്ട് 2π എത്തുമ്പോൾ എന്തായി, സൈൻ്റെ വാല്യൂ വീണ്ടും nπയിൽ 0 എന്നറിയാലോ. ഇവിടെ n=0 കൊടുക്കുമ്പോൾ 0 എന്ന് കിട്ടും, nπയിൽ 1 കൊടുക്കുമ്പോൾ സൈൻ π 0 കിട്ടും, സൈൻ nπയിൽ n=2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, സൈൻ 2π 0 കിട്ടും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക. സിമിലർലി ഇവിടെ ലെഫ്റ്റ് സൈഡിലും എങ്ങനെ പോകും, ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും സൈൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഒരു ഓസിലേഷൻ, ആ ഒരു മെത്തേഡ് മീൻസ് വേവ്സ് ആയിട്ടാണ് പോവുക. അപ്പോൾ അത് എപ്പോഴും 1-ൻ്റെയും -1-ൻ്റെയും ഇടയ്ക്കായിരിക്കും. അപ്പോൾ സൈൻ്റെ വാല്യൂ എപ്പോഴും എന്താണ്, സൈൻ ഒരു ബൗണ്ടഡ് ആണല്ലേ, നമ്മളിങ്ങനെ അതിൻ്റെ മേലേക്കും 1-ൻ്റെ മേലേക്കും പോകില്ല, അതേപോലെ -1-ൻ്റെ താഴേക്കും പോകില്ല. അപ്പോൾ ഇതൊരു എന്ത് ഫംഗ്ഷനാണ്, ഓസിലേറ്റിംഗ് ഫംഗ്ഷനാണ് നമുക്ക് പറയാൻ പറ്റും. -1. നെക്സ്റ്റ് കോസ് എടുക്കുകയാണെങ്കിൽ കോസിൽ ശ്രദ്ധിച്ചോളൂ, ഇവിടെ നമുക്ക് ആംഗിൾ ആണല്ലോ, നമ്മൾ പറഞ്ഞു എക്സ് ആക്സിസിൽ ആംഗിളും വൈ ആക്സിസിൽ എന്തായിരുന്നു, നമുക്ക് കോസ് എക്സിൻ്റെ വാല്യൂ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 0-ൽ കോസ് 0 എന്തായിരുന്നു, വി നോ ദാറ്റ് കോസ് 0 is 1. അപ്പോൾ കോസ് 0-ൽ 1 വന്നു. അതേപോലെ തന്നെ ഇവിടെ എന്ത് വന്നു, -1. അപ്പോൾ ഈ 1-ന്ന് ഇതിങ്ങനെ കുറഞ്ഞ് എവിടെ എത്തി, π/2 എത്തിയപ്പോൾ എന്തായി, 0 ആയി. നമുക്കറിയാലോ 2n+1 π/2 എന്ത്, കോസ് 0. അപ്പോൾ n-ന് 0 കൊടുക്കുമ്പോൾ π/2 കിട്ടും. ഇവിടെ നിന്ന് ഇത്
പിന്നെയും കുറഞ്ഞ് -1 ആവും. അപ്പോൾ ഇവിടെ എന്തായിരുന്നു, ഇവിടെ ഫംഗ്ഷൻ വാല്യൂ പൈ ആയിരുന്നു അല്ലേ. ഇനി നമുക്കറിയാം cos 180 എന്താണ് 0 ആണല്ലേ, cos 180 -1 ആണ്. അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞ് ഇവിടേക്ക് എത്തി, ഇവിടെ ഇത് -1 ആണെന്ന് കിട്ടി. ഇവിടെ നിന്ന് ഇത് പിന്നെയും കൂടി ഇവിടെ എത്തുമ്പോൾ ഇവിടെ എന്തായിരുന്നു, ദിസ് ഇസ് 3π/2. അപ്പോൾ ഈ 3π/2 എത്തിയ സമയത്ത് എന്തായി, വീണ്ടും ഈ സംഭവം 0-ലെത്തി. അവിടെ നിന്ന് അത് പിന്നെയും കൂടി 1 എത്തും, എവിടെ 2π. ഇങ്ങനെയാണ് എന്ത് വരിക, കോസിൻ്റെ ഗ്രാഫ് വരിക. ഇതേപോലെ എന്ത് വരും, നെഗറ്റീവിൽ ഇങ്ങനെ വരും. ഇവിടെ 0, ഇവിടെ -π/2 ആയിരിക്കും അല്ലേ, ഇത് -π/2 ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും, ഇവിടെ -π ആയിരിക്കും, ഇവിടെ -3π/2 ആയിരിക്കും, ഇവിടെ -2π ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഓസിലേറ്ററി മോഷനിലാണ് എന്ത് പോവുക, നമ്മളെ കോസിൻ്റെ ഗ്രാഫും അതേപോലെ തന്നെ സൈനിൻ്റെ ഗ്രാഫും പോവുക. അപ്പോൾ ഇങ്ങനെ 2 ഗ്രാഫ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്, പിന്നെ നമ്മൾ പഠിച്ചത് tan x ആണ്. അപ്പോൾ tan x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, sin/cos ആണ് അല്ലേ. അപ്പോൾ ഈ വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 0-ൽ tan 0 0 ആയിരിക്കും നമുക്കറിയാം, ബിക്കോസ് sin 0 0 ആണ് ആൻഡ് cos 0 is 1. അപ്പോൾ 0/1 0 വരും. പിന്നെ നമ്മൾ പഠിച്ചു എന്താണ്, അടുത്തത് എന്താ, π/2 ആണല്ലേ. അപ്പോൾ sin π/2 1 ആണ്, cos π/2 0 ആണ്, പക്ഷേ 1/0 നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ π/2-ൽ π/2 എടുക്കുമ്പോൾ എന്ത് വരും, ഇത് ഇൻഫിനിറ്റി ആവും, നോട്ട് ഡിഫൈൻഡ് ആണല്ലോ. അപ്പോൾ അവിടെ നമുക്ക് മാർക്ക് ചെയ്യാനില്ല, അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഇൻഫിനിറ്റിക്ക് പോയിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് എന്തായിരുന്നു, നെക്സ്റ്റ് π/2 കഴിഞ്ഞാൽ എന്താണ്, പൈ ആണ് അല്ലേ. പൈയിൽ എന്തായിരുന്നു, sin 0 ആയിരുന്നു, ഇവിടെ എന്തായിരുന്നു -1 ആണ്. അപ്പോൾ 0 ആൻഡ് -1 ആണ് വന്നത്. അതേപോലെ തന്നെ 0 -1 എന്ന് പറയുമ്പോൾ 0/π എന്നുള്ളത് 0 ആണ്, ഇവിടെ പൈയിൽ -1 ആണ്. അപ്പോൾ 0/-1 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, 0 ആണ് അല്ലേ. അപ്പോൾ 0 വരും. അപ്പോൾ ഇവിടെ ദിസ് ഇസ് 0. 0-ൽ അപ്പോൾ എന്താണ് വാല്യൂ, 0-ൽ അതിൻ്റെ വാല്യൂ പൈ ആണ്. വേറെ എവിടെയെങ്കിലും 0 വരുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെ എന്ത് വരും, ടാനിൻ്റെ ഗ്രാഫ് വരും. ടാനിൻ്റെ ഗ്രാഫ് ഈ ഒരു ഫോമിലാണ് വരിക. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതുപോലെ നമുക്ക് എന്ത് വരയ്ക്കാം, കൊസീക്കിൻ്റെ ഗ്രാഫ് വരയ്ക്കും. ഇത് കൊസീക്കിൻ്റെ ഗ്രാഫാണ്. ഇങ്ങനെ നമുക്ക് ഓരോ വാല്യൂസ് എടുത്തിട്ട് കൊസീക്കിൻ്റെ വരയ്ക്കാം, ഇത് സീക്ക് വരയ്ക്കാം, കോട്ട് വരയ്ക്കാം. അപ്പോൾ കൊസീക്കിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക, കൊസീക്കിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക, ഇങ്ങനെയാണ് വരിക. അതേപോലെ സീക്ക് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും, ഇത് നമുക്കിങ്ങനെ വാല്യൂ എടുത്ത് വരച്ച് നോക്കിയാൽ മതി. ഇൻഫിനിറ്റി 1/0 എന്ന് പറയുമ്പോൾ എങ്ങനെ പോകും, ഇൻഫിനിറ്റിക്ക് പോകും. അതേപോലെ -1/0 എന്ന് പറയുമ്പോൾ എവിടേക്ക് പോകും, താഴേക്ക് -ഇൻഫിനിറ്റിക്ക് പോകും. -ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വരിക, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകട്ടോ. ഇതിങ്ങനെ അടുത്തത് എങ്ങനെയൊക്കെ ഇതിങ്ങനെ മേലേക്ക് പോകും. സിമിലർലി കോട്ടെക്സിൻ്റെ ഗ്രാഫ് എന്താണ്, ഈ ടാൻ്റെ ഗ്രാഫിനൊന്ന് തിരിച്ചു നിർത്തിയാൽ മതി. സെയിം അല്ലേ. അങ്ങനെയാണ് എന്ത് വരിക, കോട്ടെക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ നമ്മൾ ഗ്രാഫ്സ് പഠിച്ചല്ലോ. ഓരോ ഫംഗ്ഷൻ്റെയും ഗ്രാഫ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. ഗ്രാഫ് ഓഫ് ഡ്രോ ദി ഗ്രാഫ് ഓഫ് സീക്ക് എക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് വരയ്ക്കണം, ഈ ഗ്രാഫ് വരച്ച് വെക്കണം. അപ്പോൾ അതിനാദ്യം വാല്യൂസ് അറിയണം അല്ലേ. വാല്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് വരയ്ക്കാം. ഇനി ഇഫ് cos x equal to -35, x lies in the third quadrant, find the values of other 5 trigonometric functions. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം തന്നു കഴിഞ്ഞാൽ എന്ത് വരയ്ക്കണം, നമ്മൾ ഫസ്റ്റ് ഇത് വരച്ച് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട്, എവിടെയാണ് കിടക്കണേ, ഇത് നമ്മളെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഇത് തേർഡ് ക്വാഡ്രൻറ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ എവിടെയാണ് കിടക്കണേ, തന്നിട്ടുണ്ടല്ലോ അല്ലേ. cos x equal to -35 ആണ്, എക്സ് ലൈസ് ഇൻ ദ തേർഡ് ക്വാഡ്രൻറ്റ് എന്നാണ്. അപ്പോൾ എക്സ് എവിടെയാണ് വരുന്നത്, എക്സ് തേർഡ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. എക്സ് എന്നുള്ളത് തേർഡ് ക്വാഡ്രൻറ്റിലാണ്. പിന്നെ എന്താ പറഞ്ഞതുള്ളത്, cos x എന്നുള്ളത് -35 -35. കോസിൻ്റെ വാല്യൂ എപ്പോഴും ലൈസ് ഇൻ ബിറ്റ്വീൻ -1 and 1 അല്ലേ. കോസിൻ്റെ വാല്യൂ -35 എന്ന് വരില്ലല്ലോ. അപ്പോൾ ഇത് 35 അല്ല, 3/5 ആണ്. ഇഫ് cos x equal to -3/5 അങ്ങനെയാണെങ്കിൽ എക്സ് ലൈസ് ഇൻ ദ തേർഡ് ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം, നമ്മൾ ബാക്കി ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കണം. ഇതെങ്ങനെയാണ് ചെയ്യുക, നമുക്കറിയാം cos x തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ cos x തന്നു കഴിഞ്ഞാൽ cos x is equal to -3/5 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് sin x കണ്ടുപിടിക്കാമല്ലോ. sin x എങ്ങനെ കണ്ടുപിടിക്കും, we know that sin square theta plus cos square theta equal to 1.
അപ്പോൾ സൈൻ എക്സ് കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ അങ്ങനെ എഴുതി സൈൻ സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എഴുതി. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങനെ തന്നെ എഴുതി. ആൻഡ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും 9/25 ഈക്വൽ ടു 1. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്താണ് 1 മൈനസ് 9/25 ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 16/25. അപ്പോൾ എന്ത് കിട്ടി? ഇത് സൈൻ സ്ക്വയർ എക്സ് ആണ് കേട്ടോ. അപ്പോൾ സൈൻ എക്സ് കണ്ടുപിടിച്ചൂടെ? സൈൻ എക്സ് എന്ത് വരും? സൈൻ എക്സ് വിൽ ബി ഈക്വൽ ടു √16/25 അല്ലെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു +or- 4/5. അപ്പോൾ ഇവിടെ 4/5 ആണ് വരിക. അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ തേർഡ് ക്വാഡ്രൻറ്റിൽ എന്ത് നോക്കണം? സൈനിൻ്റെ വാല്യൂ നോക്കണം. സൈനിൻ്റെ വാല്യൂ അല്ല, സൈനിൻ്റെ എന്താണ് സിമ്പിൾ നോക്കണം. അല്ലെങ്കിൽ സൈന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചതല്ലേ, അനുശ്രീ ടുക്ക് കോൾ നമ്മൾ പഠിച്ചതായിരുന്നു. അപ്പോൾ ഈ അനുശ്രീ ടുക്ക് കോൾ എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എയും സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എസ്സും തേർഡ് ക്വാഡ്രൻറ്റിൽ ടിയും ഇവിടെ സിയും ആയിരുന്നു, ഇങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഈ തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ മാത്രമാണ് എന്ത് പോസിറ്റീവ്, ബാക്കി സൈനും കോസും എന്താണ് നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ തേർഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ സൈൻ എക്സ് എന്തായി -4/5 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഐ ക്യാൻ റൈറ്റ് സൈൻ എക്സ് ഈക്വൽ ടു -4/5 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ സൈൻ എക്സ് കിട്ടി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? സൈൻ എക്സ് കിട്ടി, കോസ് എക്സ് കിട്ടി, ടാൻ എക്സ് കാണാമല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്. സൈൻ എക്സ് എന്ന് പറയുമ്പം എന്താണ് -4/5 ആണ്. കോസ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് -3/5 ആണ്. അപ്പോൾ -4/5 ഡിവൈഡഡ് ബൈ -3/5 ചെയ്താൽ മതി. -4/5 ഡിവൈഡഡ് ബൈ -3/5 ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 4/3. അപ്പോൾ എന്ത് കിട്ടി? ടാൻ എക്സ് കിട്ടി. അടുത്തത് എന്ത് വരും? കൊസീക്ക് എക്സ് വരണം. അപ്പോൾ കൊസീക്ക് എക്സ് എന്താ വരിക? കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/sin എക്സ് ആയിരുന്നു. അപ്പോൾ 1/sin എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് -5/4 ആൻഡ് സീക്ക് എക്സ് എന്ത് വരും? സീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയായിരുന്നു സീക്ക് എക്സ് ഇസ് 1/cos എക്സ്. അപ്പോൾ 1/cos എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് എന്തായിരുന്നു -3/5 ആണ് ആൻഡ് സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു 1/cos എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു 1/-3/5. അപ്പോൾ -5/3. ഇനി എന്താ വേണ്ടത്? കോട്ടും കൂടെ വേണം അല്ലേ? കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/tan അല്ലേ? അപ്പോൾ cot x is equal to 1/tan x and this is equal to 4/3 ആയിരുന്നു. അപ്പോൾ എന്ത് വരും? 3/4 വരും. അപ്പോൾ അങ്ങനെ കിട്ടി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഈ മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യണ്ട കേട്ടോ. നമുക്ക് വേറെ മെത്തേഡ് ലൈക്ക് 1 + tan square x = sec² x കണ്ടുപിടിക്കാം. അങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഓൺലി തിങ് ഇസ് നമ്മൾ ഈ ഒരു സാധനം ചെയ്യുമ്പോൾ ഇവിടെ കറക്റ്റ് നമ്മൾ ഏതിൻ്റെ ആണോ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് ആൻസർ എഴുതണം. ഓക്കെ, സിമ്പിൾ. ഇനി ഇഫ് cot x = -5/12 എക്സ് ലൈസിൻ്റെ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എന്ത് തന്നിട്ടുണ്ട്? cot x തന്നിട്ടുണ്ട്. പിന്നെന്താ അറിയണം? ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് അതർ 5 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. അപ്പോൾ നമുക്കറിയാം ഇതെവിടെ കിടക്കുന്നത്? സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെന്ന് അറിയാം. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോട്ട് നെഗറ്റീവ്, ശരിയാണ്. ASTC ആയിരുന്നില്ലേ? ASTC. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോട്ട് നെഗറ്റീവ് ആണ്, -5/12 ആണ്. എക്സ് ലൈസിൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം എന്താണ്? ടാൻ ഒറ്റയടിക്ക് എഴുതാമല്ലോ. കോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ടാൻ എഴുതാൻ പറ്റും. അപ്പോൾ വി ക്യാൻ റൈറ്റ് ടാൻ എക്സ് ആസ് -12/5 അല്ലേ? 1/cot ചെയ്താൽ ടാൻ എക്സ് കിട്ടുമല്ലോ. ടാൻ എക്സ് = -12/5. പിന്നെ നമുക്ക് എന്ത് കിട്ടും? 1 + tan square theta is equal to sec² theta എന്ന് എഴുതാമല്ലോ. 1 + tan square x is equal to sec² x. അല്ലെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? 1 + tan square x-നെ 1 + 12 × 12 is 144 divided by 25 equal to sec² x. Sec² x will be equal to 25 + 144 divided by 25 and this is equal to എന്ത് വരും? 169 divided by 25
അല്ലേ 169 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സീക്ക് എക്സ് കിട്ടും. സീക്ക് എക്സ് വിൽ ബി ഈക്വൽ ടു √169 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദിസ് ഇസ് ±13/5 അല്ലേ? അപ്പോൾ ഇത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയണം. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ മാത്രമാണ് പോസിറ്റീവ്. അപ്പോൾ കോസ് എന്തായിരിക്കും? കോസ് നെഗറ്റീവ് ആണ്. സൈൻ മാത്രമാണല്ലോ പോസിറ്റീവ്, ബാക്കിയൊക്കെ നെഗറ്റീവ് ആണ്. കോസ് നെഗറ്റീവ് ആണ്. കോസ് നെഗറ്റീവ് ആണെങ്കിൽ 1/cos നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്താണ്? സീക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് ഈക്വൽ ടു -13/5. അപ്പോൾ സീക്ക് എക്സ് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇതിൽ നിന്ന് നമുക്ക് കോസ് എക്സ് എഴുതാമല്ലോ. കോസ് എന്താ വരിക? കോസ് എക്സ് വിൽ ബി ഈക്വൽ ടു -5/13. അപ്പോൾ കോസ് കിട്ടി, സീക്ക് കിട്ടി, ടാന് കോട്ട് കിട്ടി. ഇനി എന്ത്? സൈനും കൊസീക്കും വേണം അല്ലേ? അപ്പോൾ സൈൻ എക്സ് എങ്ങനെ കിട്ടും? സൈൻ എക്സ് വിൽ ബി ഈക്വൽ ടു √1 - cos² x. അപ്പോൾ എന്ത് വരും? √1 - cos x എന്തായിരുന്നു? 5/13. അപ്പോൾ 25/169. or this is equal to √144 ഡിവൈഡഡ് ബൈ 169 അല്ലെങ്കിൽ ±12/13 എന്ന് വരും. ഇനി നോക്കേണ്ടത് എന്താണ്? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ് ആണ് അല്ലേ? സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും സൈൻ എക്സ് എന്താണ്? 12/13 ആണ്. അപ്പോൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 12/13. അപ്പോൾ സൈൻ എക്സ് എന്ത് കിട്ടി? 12/13 കിട്ടി. ഇനി എന്ത് വേണം? സൈന് കിട്ടി, ഇനി കൊസീക്കും കൂടെ വേണം. കൊസീക്ക് എന്ന് പറയുമ്പോൾ 1/sin ആണല്ലോ. അപ്പോൾ 1/sin x വിൽ ബി ഈക്വൽ ടു 12/13 അല്ലേ? ദിസ് ബിക്കംസ് 13/12. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? ബാക്കി വാല്യൂസൊക്കെ കണ്ടുപിടിച്ചു. ഓക്കെ, സിമ്പിൾ. ഇനി ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 31π/3. 31π/3. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പോൾ 31π/3നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ എഴുതാൻ അറിയില്ലല്ലോ, നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ സൈൻ 31π/3 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ ഒരു വേറെ ഏതെങ്കിലും രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. 31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10π + π/3 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? അല്ലെങ്കിൽ 10π + π/3. അപ്പോൾ ഇത് 3 × 10 30π + 1 31π/3 വരും. മനസ്സിലായോ? 10π + π/3 എന്ന് എഴുതാൻ പറ്റും. വൈ ഡിഡ് ഐ റൈറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്? അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനെ ഞാൻ മാറ്റി സൈൻ 10π + π/3 എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ഇതിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമല്ലോ. ഇപ്പോൾ ഇങ്ങനൊരു സംഭവം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ ഇങ്ങനെ ഒരു ആംഗിൾ, ഇത് എക്സ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിന് ഞാനൊരു 2π കറങ്ങിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും എക്സ് ആയില്ലേ? എക്സ് മീൻസ് 2π + x ആണല്ലോ. ഇത് 2π + x ആണ്. പക്ഷേ നമുക്കറിയാം സൈൻ എല്ലാം പീരിയോഡിക് ഫങ്ഷൻ ആണ്. അപ്പോൾ സൈൻ എക്സ് വിൽ ബി ഈക്വൽ ടു എന്താണ്? സൈൻ 2π + x അല്ലേ? അപ്പോൾ സൈൻ എക്സും സൈൻ 2π + x സെയിം ആണ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു വട്ടം കറങ്ങി കഴിഞ്ഞാൽ 2π ആയി. അങ്ങനെ 5 ടൈംസ് കറങ്ങിയാൽ അതെന്തായി? സൈൻ 10π + x ആയി. അപ്പോൾ ഇത് പിന്നെയും എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ 10π + x ആണ്. അപ്പം ഞാൻ 2πനെ മൾട്ടിപ്പിൾ ആക്കി എഴുതി കഴിഞ്ഞാൽ ലൈക്ക് സൈൻ 10π + π/3 എന്ന് എഴുതി കഴിഞ്ഞാൽ സെയിം ആണ്. എന്തിനോട് സെയിം ആണ്? സൈൻ π/3നോട് സെയിം ആണ്. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ഡയറക്റ്റ്ലി എഴുതാൻ അറിയില്ലല്ലോ. 31π/3 എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് അറിയുന്ന രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. അപ്പോൾ ഇതെന്ത് വരും? നമുക്കറിയാം എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു സൈൻ π/3 എന്നറിയാം. സൈൻ π/3 എന്താണെന്ന് അറിയാലോ? സൈൻ π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 60 ആണ്. സൈൻ 60 ഈസ് ഈക്വൽ ടു √3/2. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് -1710. ഇതെങ്ങനെ ചെയ്യും? ഇതും അതേപോലെ വലിയൊരു നമ്പർ അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ ഇതിൻ്റെ ഒന്നും ഡിഗ്രി മെഷർ എന്താണെന്നോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്ത് നോക്കാം. ഇതിനെ അതേപോലെ തന്നെ ഈ ഡിഗ്രി എന്നുള്ളത് ആകുമ്പോൾ 360 ഡിഗ്രി പ്ലസ് എന്നുള്ള രീതിയിലാക്കണം. അപ്പോൾ ഈ 360 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ഈ ഒരു 1710നെ ഞാൻ ഡിവൈഡഡ് ബൈ 360 ചെയ്ത് നോക്കുകയാണ്.
ഡിവൈഡഡ് ബൈ 360 ചെയ്യുമ്പോൾ എന്ത് വരും? ഒരു 7 വെച്ച് ചെയ്ത് നോക്കിയാൽ എന്താ വരിക? 7 × 0 7 6 42 4 7 2520 വരില്ല അല്ലേ? 360 × 6 ഇല്ല വേണ്ട, 5 നോക്കാം. 360 × 4 നോക്കേണ്ടി വരും. അപ്പോൾ 4 × 0 6 4 24 2 4 3 12 1440 1440 വരും. എന്ത്? 2 വെച്ച് ചെയ്യുമ്പോൾ, അല്ല 4 വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ 1440 ഡിവൈഡഡ് ബൈ, അല്ല മൈനസ് ചെയ്യുമ്പോൾ 0 വരും. 7 ദെൻ 270 വരും. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിൻ്റെ കൂടെ ഒരു 270ൻ്റെ കൂടെ ഞാൻ ഒരു ഇതിലേക്ക് ഇനി എത്രയും കൂടെ ആഡ് ചെയ്താൽ 360 ആവും. 270ൻ്റെ കൂടെ ഒരു 90 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 360 ഡിഗ്രി കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ഇതിൻ്റെ കൂടെ ഒരു 90 കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എന്തായി? 1800. 1800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എന്താണ്? 360 ആണ്. അപ്പോൾ എനിക്ക് ഈ കോസ് ഇതിനെ -1710 എങ്ങനെ എഴുതാൻ പറ്റും? കോസ്, അല്ലെങ്കിൽ വി നോ ദാറ്റ് കോസ് -x = മൈനസ് ഓഫ് കോസ് x ആണ് നമുക്കറിയാം. അത് ഓക്കെ, അതും വേണ്ട. ഓക്കെ, അത് വേണ്ട. അപ്പോൾ ഇവിടെ 270 അല്ലേ ഉള്ളത്? ഈ 270 -270 മൈനസ് എന്തെഴുതാൻ പറ്റും? 1440 എന്ന് എഴുതാമല്ലോ. ഇങ്ങനെ എഴുതണേൽ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്ത് ചെയ്തു? -270 -1440 എന്ന് എഴുതി. അപ്പോൾ ഇതെന്ത് വരും? കോസ് ഓഫ് ഈ -1440 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് 4 × 8π അല്ലേ? 8π എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 4 × 360 എന്ന് എഴുതാൻ പറ്റും. സോ ദിസ് ബിക്കംസ് -4 × 360 -270 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതും എന്താണ് ശരിക്കും? ഇത് നമ്മൾ 360ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഈ കോസ് -4 × 360 കോസ് -270 എന്ന് എഴുതാമല്ലോ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ കോസ് -270 എന്ന് എഴുതി കഴിഞ്ഞാൽ -270 ഡിഗ്രി, ഇത് ഡിഗ്രി അല്ലേ? ഡിഗ്രി 270 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 3π/2 റേഡിയൻ ആയിരുന്നു. സോ ദിസ് ബിക്കംസ് കോസ് -3π/2. ഓക്കെ, കോസ് -3π/2 എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? ഇതിനെ എനിക്ക് 2π - π/2 എന്ന് എഴുതിക്കൂടെ? ഇതിനെ 2π - π/2 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? 3π/2 വരും. അപ്പോൾ ഇതിനെ ഞാൻ എങ്ങനെ എഴുതി? കോസ് 2π - π/2 എന്ന് എഴുതി. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു കോസ് 2π - π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2πനെ എനിക്ക് ഇതാക്കാമല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. സോ കോസ് -π/2, കോസ് -π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -cos π/2. അപ്പോൾ -cos π/2 എന്തായിരിക്കും? -cos π/2 ഈക്വൽ ടു cos 90 എന്തായിരുന്നു? sin 90 1 ആണ്, cos 90 0 ആണ്, ആൻഡ് ദിസ് ഇസ് 0. ഓക്കെ.